നമ്മൾ ഹോശേന പഠിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഡിഫറെന്റ് ടോപ്പിക് ചിന്തിക്കും. ദെൻ വിൽ കണ്ടിന്യൂ വിത്ത് ഹോശിയ നെക്സ്റ്റ് ഫ്രൈഡേ. ഇതിൽ ഒരു ക്രിസ്തീയ അടിസ്ഥാന ഉപദേശങ്ങൾ പലപ്പോഴും അത് ഹയർ ലെവലിലുള്ള പല കാര്യങ്ങളും അറിയായിരിക്കും, എങ്കിലും ബേസിക് കാര്യങ്ങൾ പലപ്പോഴും നമുക്കറിയില്ലായിരിക്കും. അപ്പൊ ഇതില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെടാനുള്ള കണ്ടീഷൻസ് എന്താണെന്നുള്ളത് അറിയാവുന്നവർക്ക് ഒരു റീതിങ്കിങ്. പലപ്പോഴും കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ യഥാർത്ഥമായിട്ടുള്ള സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. അതാണ് ഏറ്റവും വലിയ ദുഃഖം. കാരണം അന്ത്യത്തെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഫസ്റ്റ് കൊറിന്ത്യൻ എടുക്കുന്നതല്ല, ഫസ്റ്റ് തിമോത്തി 4:1 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. ഒന്ന് വായിക്കാം. ഫസ്റ്റ് തിമോത്തി 4 വരും കാലത്ത് ചില ആളുകൾ കപടാത്മാക്കളെയും വിശ്വാസികളുടെ സിദ്ധാന്തങ്ങളെയും ചെവിക്കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും എന്ന് ആത്മാവ് സ്പഷ്ടമായി പറയുന്നു. അതെ, ആത്മാവ് സ്പഷ്ടമായിട്ട് പറയുന്നു. ഇംഗ്ലീഷിലാണ് എക്സ്പ്ലിസിറ്റ്ലി സേസ്. അതിനകത്ത് ഒരു സംശയമില്ല. സ്പിരിറ്റ് എക്സ്പ്ലിസിറ്റ്ലി സേസ് ഇൻ ദി ലാറ്റർ ഡേയ്സ് ആൾക്കാര് വിശ്വാസത്തിൽ നിന്ന് ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതും വിശ്വാസത്തിൽ നിന്ന് പോകുന്നതും രണ്ടും രണ്ടാണ്. വിശ്വാസത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്ന് പറയുന്നത് നേരെ സ്ട്രെയിറ്റ് പോകേണ്ടത് ഒരു ഡിഗ്രി തിരിഞ്ഞാല് വ്യതി എന്ന് പറയുന്ന ഡയറക്ഷനാണ് വ്യതി ചലിച്ചു പോകുന്നത്. ലാസ്റ്റ് ഡേയ്സിൽ ഈ അവിശ്വാസികളാവും നല്ല എഴുതിയേക്കുന്നത്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരൊക്കെ പ്രസംഗിച്ചതിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അപ്പം അതിനൊരു എക്സാമ്പിൾ പറയാറുണ്ട്. ഇപ്പം ഷിപ്പ് 1 ഡിഗ്രി തെറ്റിയാൽ ഒരു 20 കിലോമീറ്റേഴ്സിൽ ഒരു വ്യത്യാസം തിരിച്ചറിയില്ല. ബട്ട് 1000 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുമ്പോൾ കോണ്ടിനെന്റ് തന്നെ മാറിപ്പോകും. സോ അതുകൊണ്ട് പിശാച് ഒരിക്കലും ഒരു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടീച്ചിങ്സ് ക്രിസ്തീയ കോളത്തിലേക്ക് കൊണ്ടുവരികയേയില്ല. ചെറിയ ഉപദേശ പെശകൾ കൊണ്ടുവരും. അതവിടെ പറഞ്ഞേക്കുന്നത് വരും കാലത്ത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ലാറ്റർ ഡേയ്സ്, അന്ത്യകാലത്തുന്ന വിശ്വാസത്തിൽ നിന്ന് ആൾക്കാര് വിശ്വാസത്തിൽ നിന്ന് പോകുന്നല്ല, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും പ്രൈമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ വിശ്വാസമല്ല, ഈ ബൈബിളിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഈവൻ ഇഫ് ഇറ്റ് ഈസ് 1 ഡിഗ്രി, കാലക്രമേണ അതായത് ഡിഫറെന്റ് കോണ്ടിനെന്റിൽ ചെന്ന് കയറും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലേണ്ടത് നരകത്തിലായി തീരും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമെന്ന്, വരുംകാലത്ത് ചില ആളുകൾ കപട ആത്മാക്കളെയും പിശാചുക്കളുടെ സിദ്ധാന്തങ്ങളെയും ചെവിക്കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമെന്ന് ആത്മാവ് സ്പഷ്ടമായി പറയുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ അസത്യവാദികളുടെ കപടനാട്യങ്ങളിലൂടെയാണ് ഇത് സംഭവിക്കുക. അപ്പം ഇത്തിരിയോടെ ഹൃദയസ്പർശിയ. കാരണം അവിടെ പറഞ്ഞേക്കുന്നത് ഡോക്ട്രിൻ ഓഫ് ഡെമൺസ് പഠിപ്പിക്കുന്ന. നമ്മളെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഡോക്ട്രിൻ ഓഫ് ഡെമൺസ് ആണ് വിശ്വസിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരിക്കുന്നത്, നൗ ദി സ്പിരിറ്റ് expressly says that in latter times some will depart from the faith, giving heed to deceiving spirit. Giving heed to എന്ന് പറഞ്ഞാൽ ചെവി കൊടുക്കുന്ന deceiving spirits and doctrines of demons. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് തിമോത്തി, സെക്കൻഡ് തിമോത്തി, ടൈറ്റസിലെല്ലാം ഈ ഡോക്ട്രിൻ എന്നുള്ള വേർഡ്, ഡോക്ട്രിൻ എന്നുള്ളത് സിദ്ധാന്തം അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്നതൊക്കെ ഇത്തിരിയോടെ ഒരു വെയിറ്റ് തോന്നുന്നു ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് തിമോത്തി 5:17 നമ്മൾ വായിക്കുന്നത്. അത് വായിക്കാം. 5:17 നന്നായി ഭരിക്കുന്ന സഭാമൂപ്പന്മാർ, പ്രത്യേകിച്ച് പ്രബോധനത്തിലും അധ്യാപനത്തിലും വ്യാപൃതരായിരിക്കുന്നവർ ഇരട്ടി ബഹുമാനത്തിന് അർഹരാണ്. കാരണം let the elders who rule well be counted worthy of double honor, especially those who labor in the word and doctrine. അപ്പൊ ഈ വേർഡ് ആൻഡ് ഡോക്ട്രിൻ ആണ് നമ്മൾ നിത്യതയിൽ എത്തിക്കുന്നത്. അപ്പൊ പിശാചിന്റെ ലക്ഷ്യം എന്തായിരിക്കും? വേർഡ് ആൻഡ് ഡോക്ട്രിനിൽ തെറ്റിക്കുക എന്നുള്ളതായിരിക്കും. കാരണം വേർഡ് ആൻഡ് ഡോക്ട്രിനിൽ തെറ്റിച്ചാല്
നമ്മൾ നിത്യതയിലെത്തില്ല. അതുകൊണ്ടാണ് ഈ അന്ത്യകാലത്ത് ഫുൾ ഓഫ് ഡെമോണിക് ഡോക്ട്രിൻസ്, അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ പഠിപ്പിച്ച ഡോക്ട്രിനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് അല്ല, യേശുക്രിസ്തു ദൈവമല്ല എന്നല്ല, വ്യതിചലിച്ചു പോയിട്ടുണ്ട്. ചെറിയൊരു വൺ ഡിഗ്രി ഡീവിയേഷൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ക്രിസ്ത്യൻ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ഡോക്ട്രിനാണ്. കറക്റ്റ് ഡോക്ട്രിൻ ഇല്ലെങ്കിൽ, കറക്റ്റ് ഡോക്ട്രിൻ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷിക്കപ്പെടാൻ പറ്റും. കറക്റ്റ് ഡോക്ട്രിൻ ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാലും രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ ഡേഞ്ചർ. കറക്റ്റ് ഡോക്ട്രിൻ കിട്ടിയാൽ ആഗ്രഹിക്കുന്നവർക്ക് രക്ഷിക്കപ്പെടാൻ പറ്റും. കറക്റ്റ് ഡോക്ട്രിൻ ഇല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർക്കും രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡോക്ട്രിനലി നമ്മൾ ആക്യുറേറ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് തിമോത്തിക്ക് തന്നെ ലെറ്റർ എഴുതുമ്പോൾ 2 തിമോത്തി 2:15 പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. 2 തിമോത്തി 2:15 സത്യത്തിന്റെ വചനം ശരിയായി കൈകാര്യം ചെയ്യുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്കി ഇത് വെറുതെ വായിച്ചു വിട്ടാൽ പോരാ. അപ്പൊ സത്യത്തിന്റെ വചനം എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്താൽ പോരാ. സത്യത്തിന്റെ വചനം ശരിയായി കൈകാര്യം ചെയ്യുക. അല്ലെങ്കിലുള്ള കാര്യം പറഞ്ഞേക്കുന്നത്, ലജ്ജിക്കേണ്ട ആവശ്യമില്ലാത്ത വേലക്കാരനായി ദൈവം മുമ്പാകെ അംഗീകൃതനായി പ്രത്യക്ഷപ്പെടാൻ നീ പരമാവധി ശ്രമിക്കുക. അതായത് സത്യത്തിന്റെ വചനത്തെ ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദൈവം മുമ്പാകെ ചെല്ലുമ്പോൾ എന്ത് പറ്റും? ലജ്ജിക്കേണ്ടി വരും. ദൈവം മുമ്പാകെ ലജ്ജിക്കേണ്ട ആവശ്യമില്ലാത്ത. അപ്പൊ നമ്മളെ സംബന്ധിച്ച് സത്യത്തിന്റെ വചനം ആക്യുറേറ്റ് ആയിട്ട്, അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ഒന്ന് വായിക്കുമല്ലേ, NASB ഒന്ന് വായിക്കുകയാണെങ്കിൽ ഒന്ന് വായിച്ചു, NASB ഒന്ന് വായിച്ചു. Be diligent to present yourself approved to God as a workman who does not need to be ashamed. As a workman who does not need to be ashamed. Accurately handling the word of truth. Accurately handling the word. നമുക്ക് എല്ലായിടത്തും സുവിശേഷ പ്രസംഗമുണ്ട്, എല്ലായിടത്തും ബൈബിൾ പഠനമുണ്ട്, പഠിപ്പീരുണ്ട്. പക്ഷെ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. നമ്മളിത് ആക്യുറേറ്റ് ആയിട്ടാണോ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അല്ലെങ്കിൽ എന്ത് പറ്റും? കർത്താവിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ലജ്ജിക്കേണ്ടി വരും. ഈ കർത്താവിന്റെ മുമ്പാകെ നിൽക്കാൻ തന്നെ പറ്റത്തില്ല, ഈ എല്ലാവരും നിൽക്കേണ്ടി വരും. അതായത് നമ്മൾ റിവാർഡ് വാങ്ങിക്കാനായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, കാരണം ഫേറ്റൽ ആൻഡ് നോൺ ഫേറ്റൽ എറേഴ്സ് ഉണ്ട്. ഇപ്പം നോൺ ഫേറ്റൽ എറേഴ്സ് വന്നെന്ന് കരുതി കർത്താവിന്റെ മുമ്പാകെ നിൽക്കാതെ വരത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, അതായത് ഈ നിയമത്തിലെ ഏറ്റവും ചെറിയ കൽപ്പന പോലും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ, അതെ, അവര് സ്വർഗരാജ്യത്തില്ല. നോക്കുക, അത് നോക്കുന്നതല്ല. കാരണം ഈ ആക്യുറസി ഓഫ് ദി സ്ക്രിപ്ചർ മാത്യു ചാപ്റ്റർ 5 കാരണം അവര് കറക്റ്റായിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ ഈവൻ ദി ഫൈനസ്റ്റ് ഡീറ്റെയിൽസിൽ നമ്മൾ തെറ്റിയാൽ നരകത്തിൽ പോകുന്നല്ല എഴുതിയേക്കണം. മാത്യു ചാപ്റ്റർ 5 വായിക്കാം. അതിന് 19 തുടങ്ങി വായിക്കാം, അല്ലേ? വായിക്കാം. അതുകൊണ്ട് അല്ല, 17 തുടങ്ങി വായിക്കാം. നിയമത്തെയോ പ്രവാചകരെയോ റദ്ദാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ധരിക്കേണ്ട. റദ്ദാക്കാനല്ല, നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും വരെ എല്ലാം നിറവേറുവോളം നിയമത്തിൽ വള്ളി പുള്ളി മാറ്റം വരികയില്ല. അതുകൊണ്ട് ഈ കൽപ്പനകളിൽ ഏറ്റവും ലഘുവായതുപോലും ലംഘിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും നിസ്സാരനായി ഗണിക്കപ്പെടും. എന്നാൽ അവ അനുഷ്ഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായി ഗണിക്കപ്പെടും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ അനുഷ്ഠിക്കുക, അതായത് ചെറിയ കൽപ്പന പോലും. അതുകൊണ്ട് വി ആർ സ്ട്രൈവിങ് ഹാർഡ്. ഈവൻ ദി ഫൈനസ്റ്റ് ഡീറ്റെയിൽ ഓഫ് ദി സ്ക്രിപ്ചർ പഠിപ്പിക്കാനേ പറ്റുള്ളൂ. അനുസരിക്കണമെന്നുള്ളത് കേൾക്കുന്നവരുടെ ഇഷ്ടം. കാരണം നമ്മളെല്ലാവരും കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് പഠിപ്പിക്കാനേ നമുക്ക് പറ്റുള്ളൂ, ആരെയും അനുസരിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ പറയത്തില്ല, കുതിരേനെ വെള്ളത്തിന്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റും, വെള്ളം കുടിപ്പിക്കാൻ പറ്റത്തില്ല. സെയിം വേ അപ്പൊ ഇതില് ഏറ്റവും ചെറിയ കൽപ്പന, പലപ്പോഴും ഈ ചെറിയ കൽപ്പനയാണ് ആൾക്കാർ നെഗ്ലക്ട് ചെയ്യുന്നത്. വലിയ കൽപ്പനകൾ ആരും സാധാരണ നെഗ്ലക്ട് ചെയ്യാറില്ല. അപ്പം കൊലപാതകം ചെയ്യാറില്ല, കർത്താവിലേക്ക് വന്നവർ വ്യഭിചാരം ചെയ്യാറില്ല, അല്ലെങ്കിൽ മോഷ്ടിക്കാൻ പോകാറില്ല. ഫൈനസ്റ്റ് കാര്യങ്ങൾ വരുമ്പോൾ സ്മോൾ തിങ്സ് വരുമ്പോൾ നെഗ്ലക്ട് ചെയ്യും. അവിടെയാണ് കർത്താവ് നമ്മുടെ വിശ്വസ്തത ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം വലിയ കാര്യങ്ങൾ ആരും വയലേറ്റ് ചെയ്തില്ല. അതവിടെ എഴുതിയേക്കുന്നത് ഏറ്റവും ചെറുത് പോലും അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ. അപ്പൊ നമുക്ക് ഈ ചെറിയ കാര്യങ്ങളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ് നമ്മുടെ സ്വർഗരാജ്യത്തിലെ പൊസിഷൻ ഡിസൈഡ് ആകുന്നത്. വലിയ കാര്യങ്ങൾ നമ്മൾ ആരും വയലേറ്റ് ചെയ്തില്ല, ആരും കൊല്ലാൻ പോകത്തില്ല, അല്ലെങ്കിൽ ഭേദന നടത്താൻ പോകത്തില്ല. ഇതൊക്കെ ശരിയാ. പക്ഷെ ഫൈൻ കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത്
കാര്യം. അത് പോകില്ല, അദ്ദേഹം സ്വർഗത്തിൽ പോകുക എന്നുള്ളത് അത് എല്ലാം കുഴപ്പമില്ലല്ലോ. സി, നമ്മുടെ ആഗ്രഹം എന്താ? അതായത് എല്ലാ കാര്യങ്ങളിലും വിളിച്ചവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അത് ചെറുത് വലുതെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് റൈറ്റ് ഇല്ല. അപ്പൊ നമ്മൾ പറയാറില്ല ചെറിയ നുണ വലിയ നുണ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇപ്പൊ ഈ നിത്യതയിൽ പ്രവേശിക്കുന്നവരെ കുറിച്ച് എഴുതിയിരിക്കുന്നിടത്ത് റെവലേഷൻ ചാപ്റ്റർ 21 റെവലേഷൻ 21:7 തുടങ്ങി വായിക്കുമ്പോൾ, അതായത് നരകത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ശിക്ഷാവിധിയിലേക്ക് പോകുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എഴുതിയേക്കുന്നിടത്ത് 7 തുടങ്ങി വായിക്കുമ്പോൾ ജേതാവിന് ഈ അവകാശം ലഭിക്കും. കാരണം നമുക്കറിയാവുന്ന കാര്യം, കർത്താവിന്റെ 7 ലെറ്ററിലും വെളിപാടിലെ 7 ലെറ്ററിലും ജയാളിക്ക് മാത്രമേ വായിക്കത്തുള്ളൂ. ദി വിക്ടർ അല്ലെങ്കിൽ ജയാളിയായിട്ടുള്ളവന് മാത്രമേ ജീവന്റെ കിരീടത്തിൽ പങ്കുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്ന ജേതാവിന് ഈ അവകാശം ലഭിക്കും, ഞാൻ അയാളുടെ ദൈവവും അയാൾ എൻ്റെ പുത്രനുമായിരിക്കും. ഇപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ജേതാക്കന്മാരല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ടൈറ്റിലിൽ നിന്ന് നമ്മളെ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത ആ പാപങ്ങളുടെ ലിസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, ഭീരുവിന്റെയും അവിശ്വസ്തന്റെയും കളങ്കിതന്റെയും കൊലയാളിയുടെയും വ്യഭിചാരിയുടെയും മന്ത്രവാദിയുടെയും വിഗ്രഹാരാധകന്റെയും സർവ്വ നുണയരുടെയും ഓഹരി. അതുകൊണ്ട് ആൾക്കാർ പറയും ചെറിയ നുണയല്ലേ സാരമില്ല എന്ന് പറയും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പെർഫെക്റ്റാ, അതിനകത്ത് നമുക്ക് ഒരു ലൂപ്പ് ഹോളും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രത്യേകം എഴുതിയേക്കുന്നത് സർവ്വ നുണയരുടെയും ഓഹരി ഗന്ധകം എരിയുന്ന തീത്തടാകമായിരിക്കും. ഇതാണ് 2ാമത്തെ മരണം, സർവ്വ നുണയരെ. കാരണം രക്ഷിക്കപ്പെട്ട് കർത്താവിന് ജീവിതം കൊടുത്ത ഒരാൾക്ക് നുണ പറയാൻ പറ്റത്തില്ല. കാരണം പിശാചാണ് നുണയനും നുണയുടെ പിതാവും. ദൈവം പിതാവായി കഴിഞ്ഞാൽ പിന്നെ നുണ പറയാനും പ്രവർത്തിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് സർവ്വ നുണയരുടെയും ഓഹരി. അതിനകത്ത് ചെറിയ നുണയില്ല, വലിയ നുണയില്ല, അബ്രാഹത്തിന്റെ ടൈപ്പ് നുണയില്ല, ഒന്നുമില്ല, എല്ലാം. അതുകൊണ്ടാണ് നമ്മൾ കുറേയുടെ വന്ന് ദാവീദ് എഴുതുമ്പോൾ ദൈവമേ അന്തരംഗത്തിലെ സത്യമാണ് നീ അന്വേഷിക്കുന്ന. ഹൃദയത്തിന്റെ ഡീപ്പ് ഇൻസൈഡ് ദി ഹാർട്ട് നമുക്ക് ട്രൂത്ത് ഇല്ലെങ്കിൽ, ട്രൂത്ത് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം. അന്തരംഗത്തിലെ സത്യമാണ് ദൈവം അന്വേഷിക്കുന്ന, അല്ലെ ആധരങ്ങളിൽ നിന്നുള്ള സത്യം അല്ല. അപ്പൊ ഇവിടെ ഈ നരകത്തിലേക്കുള്ള ലിസ്റ്റില് ആദ്യത്തേതും അവസാനത്തേതും ഒന്നും ശ്രദ്ധിക്കുന്നതല്ല. അവസാനത്തേതാണിത്, സർവ്വ നുണയരുടെയും ഓഹരി. അപ്പൊ അവസാനത്തെ സർവ്വ നുണയൻ, ആദ്യത്തെ ആരാ? ഭീരു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് സിംഹത്തെ കാണുമ്പോ ഓടി ഒളിച്ചിരിക്കുന്ന ആളെന്നാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ പാമ്പിനെ കാണുമ്പോൾ പേടി, അതാണ്. അതായത് ഇഫ് യു ആർ ഗോയിങ് ടു മാത്യു ചാപ്റ്റർ 10, മാത്യു ചാപ്റ്റർ 10 അതിന്റെ 28 തുടങ്ങി വായിക്കുമ്പോ ശരീരത്തെ കൊല്ലുന്നവരെങ്കിലും ആത്മാവിനെ കൊല്ലാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. എന്നാൽ ആത്മാവും ശരീരവും ഒപ്പം നരകത്തിൽ നശിപ്പിക്കാൻ കെൽപ്പുള്ളവനെ ഭയപ്പെടുക. ഒരു കാശിന് 2 കുരുവിയെ വിൽക്കുന്നില്ലേ? നിങ്ങളുടെ പിതാവ് അറിയാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലമുടി നാരുകൾ പോലും എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. നിരവധി കുരുവികളെക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ. മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പാകെ ഞാനും ഏറ്റുപറയും. എന്നാൽ മനുഷ്യരുടെ മുമ്പാകെ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പാകെ ഞാനും തള്ളിപ്പറയും. ഈ 32ാം സെന്റൻസ് ആണ്. മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പാകെ ഞാനും ഏറ്റുപറയും. എന്നാൽ മനുഷ്യരുടെ മുമ്പാകെ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പാകെ ഞാനും തള്ളിപ്പറയും. നമുക്ക് പലപ്പോഴും ആൾക്കാര് വേറെ എന്ത് കാര്യം പറയും, ദൈവത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ മുമ്പാകെ ഏറ്റു പറയാൻ പീപ്പിൾ ആർ റിലക്റ്റന്റ് ഓർ ഫിയർഫുൾ. വേറെ എന്ത് കാര്യം വേണമെങ്കിലും പറയും. ഞാൻ നേരത്തെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഇൻ മൈ ഏർലി ഡേയ്സ് ഓഫ് മൈ കൺവേർഷൻ ഈ ബൈബിള് കൈപ്പിടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ഒരു ലജ്ജയും നാണവും മടിയൊക്കെ ആയിരുന്നു. അത് പ്ലാസ്റ്റിക് ബോർഡിനകത്തിട്ട് പൊതിഞ്ഞ് 3 പൊതിഞ്ഞൊക്കെ കൊണ്ടുപോകുമ്പോൾ. അതേസമയം ഒരു സിനിമാ മാസിക കൈപ്പിടിച്ചുകൊണ്ട് ഒരു നാണമില്ല. മനുഷ്യന്റെ ഒരു ബേസിക് നേച്ചറാണ്. അതായത് കർത്താവിന് ഇതിന്റെ ലജ്ജയുടെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, വൺ ഓഫ് ദി കണ്ടീഷൻസ് ഫോർ സാൽവേഷൻ ഈസ് കൺഫെഷൻ ആണ്. റോമൻസ് 10:9-10 വായിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ കൺഫസ് ചെയ്യുന്നതിന് പിശാച് എപ്പോഴും നമ്മൾ റിലക്റ്റന്റ് ആകും. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ബന്ധക്കാരെന്ത് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് യു വിൽ ബി റിലക്റ്റന്റ് ടു കൺഫസ്. റോമൻസ് 10:9-10 വായിക്കുമ്പോൾ വായിക്കും. അതുകൊണ്ട് കർത്താവാണ് യേശു എന്ന് ചുണ്ടുകൾ കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ
നീ രക്ഷിക്കപ്പെടും. കാരണം മനുഷ്യൻ സ്വഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, അങ്ങനെ നീതീകരിക്കപ്പെടുന്നു. തന്റെ ചുണ്ടുകൾ കൊണ്ട് ഏറ്റു പറയുന്നു, അങ്ങനെ രക്ഷിക്കപ്പെടുന്നു. ആ രക്ഷയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്, ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, അങ്ങനെ നീതീകരിക്കപ്പെടുന്നു, ഏറ്റു പറയുന്നു, രക്ഷിക്കപ്പെടുന്നു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഒന്ന് വായിക്കാം, ക്ലിയർ ഒന്ന് വായിക്കാം. 10:9-10. That if you confess with your mouth the Lord Jesus and believe in your heart that God has raised him from the dead, you will be saved. Yeah. For with the heart one believes unto righteousness, and with the mouth confession is made unto salvation. So those who are not confessing, അതാണ് നമ്മൾ അവിടെ വായിച്ച Revelation 21 ആദ്യം, അതായത് കർത്താവിനെ കൺഫസ് ചെയ്യാൻ ഭീരുത്വം, അല്ലെങ്കിൽ ഇഫ് യു ആർ ഫെയിലിംഗ് ടു കൺഫസ് ലോർഡ്, അത് നമ്മൾ കർത്താവിൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ നമ്മൾ വാട്ട് എവർ ട്രൂത്ത് വി അണ്ടർസ്റ്റുഡ് അബൌട്ട് ദി ട്രൂത്ത് ഓഫ് ദി ഗോസ്പൽ, അത് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ നമ്മൾ ലജ്ജിക്കുന്നെങ്കിൽ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം അവസാനിച്ചെന്നല്ല, സ്റ്റിൽ ദർ ഇസ് സ്കോപ്പ്. അതിനേക്കാൾ നമ്മളൊരു പടിയോടെ കർത്താവ് നമുക്ക് ബലം തരുമ്പോൾ നമ്മളത് വി വിൽ സ്റ്റാർട്ട് കൺഫസിങ്. കാരണം ഈ കർത്താവിന് നമുക്കറിയാം, കർത്താവിൻ്റെ പല മിനിസ്ട്രീസ് ഉണ്ട്. കർത്താവ് ഹൈ പ്രീസ്റ്റ് ആണ്, ഈസ് എ പ്രൊഫറ്റ് ആൻഡ് കിങ്, ഇല്ലേ? ഈ 3 മിനിസ്ട്രിയാണ് പഴയ നിയമത്തിലുള്ളത്. അതായത് രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനാണ്. അപ്പൊ ഈ പുരോഹിതന്റെ ജോലിയാണ് എന്ത്? പാപപരിഹാരം പുരോഹിതനാണ് ചെയ്യുന്നത്, അല്ലെ? പുരോഹിതനാണ് ബലി അർപ്പിച്ച് പാപപരിഹാരം ചെയ്യുന്നത്. അപ്പം ഈ കർത്താവിന്റെ ഹൈ പ്രീസ്റ്റ്ലി മിനിസ്ട്രി ആണ്. നമുക്കറിയാം, സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് നമുക്ക് മധ്യസ്ഥം വഹിക്കാൻ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. അപ്പൊ അവിടെ മധ്യസ്ഥം വഹിക്കാൻ, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനുള്ള ഒരു കണ്ടീഷനാണ് കൺഫസിങ് ഹിസ് നെയിം ഇൻ ദി വേൾഡ്. ഹീബ്രൂസ് 3:1 വായിക്കുമ്പോൾ മലയാളം വായിച്ചു. അതുകൊണ്ട് സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നാം സ്വീകരിച്ച് ഏറ്റു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിൽ ശ്രദ്ധയർപ്പിക്കും. നാം ഏറ്റു പറയുന്ന മഹാപുരോഹിതൻ, അതായത് therefore holy brethren, partakers of the heavenly calling, consider the apostle and high priest of our confession, that is Christ Jesus. അപ്പോൾ നമ്മൾ ശരി, നമ്മുടെ ബന്ധക്കാരുടെ അടുത്ത് നമുക്ക് പറയാമെന്നാണ് കർത്താവിനെ കുറിച്ച്, അല്ല ജോലി സ്ഥലത്ത് കർത്താവിന്റെ അവർ രക്ഷിക്കപ്പെടുന്ന കാര്യമല്ല. See, I used to tell, I am a devoted follower of Jesus Christ. അല്ല വേറെ ആരോടും അത് ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു സാക്ഷ്യം പറയാൻ ആരുടെയും പെർമിഷൻ വേണ്ട. See, you can tell everybody. അതായത് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആരോടും നമുക്ക് പറയാം, തിരുവെഴുത്തിനനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുന്നു. 2 തിമോത്തി 1 അതിന്റെ 8ാം സെന്റൻസ് വായിക്കുമ്പോൾ 2 തിമോത്തി 1:8, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്, അവന്റെ തടവുകാരനായ എന്നെ കുറിച്ചും നീ ലജ്ജിക്കരുത്. നോക്ക്, അതായത് വി ഗോട്ട് സെപ്പറേറ്റഡ് ഫ്രം ദി അസംബ്ലി ഓഫ് അൺബിലീവേഴ്സ്. ഞങ്ങൾ കർത്താവിനെ വിളിക്കുന്നവരുടെ ഒരു കൂട്ടമാണ്, പാപത്തിൽ ജീവിക്കുന്നവരുടെ കൂട്ടമായിട്ട് നമുക്കൊരു ബന്ധമില്ല എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ കർത്താവിനെ പിൻപറ്റാനായിട്ട് തീരുമാനിച്ചു, ഈ കർത്താവിനെ പിൻപറ്റുന്നവരുമായിട്ട് മാത്രമേ എനിക്കിപ്പോൾ ബന്ധമുള്ളെന്ന്. ഇഫ് യു ആർ ashamed of confessing, നമ്മുടെ സാൽവേഷൻ അതിഥി പ്രശ്നമുണ്ട്. കാരണം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അങ്ങനെ നീതീകരിക്കപ്പെടുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും അങ്ങനെ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ കൺഫെഷൻ വിത്ത് അവർ മൗത്തിന് വലിയ പവറുണ്ട്. അതെവിടെ പറഞ്ഞിരിക്കുന്നത്? പൗലോസ് പറയുകയാണ് തിമോത്തിയോസിനോട്, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. പൗലോസ് പറയുന്നുണ്ട്, റോമൻസിൽ പറയുന്നുണ്ട്, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദി ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇഫ് വി ആർ അഷെയിംഡ് ഓഫ് ദി ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഈ റെവലേഷൻ 21:7 നമ്മൾ കണ്ട ഭീരുവിന്റെ ലിസ്റ്റിലാവും നമ്മൾ. എഗെയിൻ കൺഫെഷനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് റെവലേഷൻ 12:11 ഒന്ന് വയ്ക്കും. കുഞ്ഞാടിന്റെ രക്തം മൂലവും തങ്ങളുടെ തന്നെ സാക്ഷ്യ വചനങ്ങൾ മൂലവും അവർ അതിനെ കീഴടക്കി. അപ്പൊ അത് 11 മണി വായിച്ചാല് മനസ്സിലാവും. 10 മണി വായിച്ചു. സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയ ശബ്ദം ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും അധികാരവും രാജ്യവും
അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും ഇതാ കൈവന്നിരിക്കുന്നു. കാരണം നമ്മുടെ സഹോദരങ്ങളുടെ മേൽ കുറ്റം ആരോപിച്ചിരുന്നവൻ രാപ്പകൽ ദൈവസമക്ഷം അവരെ കുറ്റപ്പെടുത്തിയവൻ നിഷ്കാസിതനായിരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം മൂലവും തങ്ങളുടെ തന്നെ സാക്ഷ്യവചനങ്ങൾ മൂലവും അവർ അതിനെ കീഴടക്കി. തങ്ങളുടെ പ്രാണനെ അവർ ഗൗനിച്ചില്ല. മരിക്കാൻ പോലും അവർ തയ്യാറായിരുന്നു. പിശാചിനെ കീഴടക്കുന്നവരുടെ ലൈഫ് ക്വാളിറ്റി എഴുതിയേക്കുന്നത്. നമുക്ക് പിശാചിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്താൽ മതി. അതായത് എഴുതിയേക്കുന്നത് തങ്ങളുടെ പ്രാണനെ അവർ ഗൗനിച്ചില്ല, മരിക്കാൻ പോലും അവർ. അപ്പൊ നമ്മുടെ ജീവൻ നമ്മുടെ കാര്യങ്ങൾക്ക് വലിയ വാല്യൂ കൊടുത്തിട്ട് കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധതയില്ലാത്തവരുടെ മേൽ പിശാചിന് അധികാരമുണ്ട്. എന്നാൽ കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും വില്ലിങ് ആയിട്ടുള്ളവരുടെ മേല്, അല്ലെങ്കിൽ തങ്ങളുടെ ജീവൻ ഒരു വാല്യൂ കൊടുത്തിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നില്ല ആക്ട്സ് 20:24 വായിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളവരുടെ മേൽ പിശാചിന് ഒരു പിടിയില്ല. അപ്പൊ അറിയേണ്ട ഒരു കാര്യം, അങ്ങനെ അല്ലാത്തവരുടെ മേല് പിടി ഉണ്ട് താനും, അതും അറിഞ്ഞു പറ്റും. ആക്ട്സ് 20:24 വായിക്കുമ്പോൾ ഭാഗം വായിക്കും. എങ്കിലും എന്റെ ജീവൻ എന്തെങ്കിലും വിലയുള്ളതായോ എനിക്ക് തന്നെ വിലപ്പെട്ടതായോ ഞാൻ പരിഗണിക്കുന്നില്ല. നമ്മൾ വെറുതെ വായിച്ചു വിട്ടാൽ പോലെ പൗലോസ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ആപ്ലിക്കബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി എ റിയലിറ്റി ഇൻ അവർ ലൈഫ് ഓൾസോ. പൗലോസ് പറയുകയാണ്, എന്റെ ജീവൻ എന്തെങ്കിലും വിലയുള്ളതായോ എനിക്ക് തന്നെ വിലപ്പെട്ടതായോ ഞാൻ പരിഗണിക്കുന്നില്ല. കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ശുശ്രൂഷയും ദൗത്യവും പൂർത്തിയാക്കണമെന്നും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണമെന്നും മാത്രമേ അങ്ങ് ഒഴിവാക്കി നമ്മളെല്ലാതിൽ പെടും. അതായത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവകൃപ ഞാൻ സ്വീകരിച്ച ശുശ്രൂഷയും ദൗത്യവും പൂർത്തിയാക്കണമെന്നും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണമെന്നും മാത്രമേ എനിക്കുള്ളൂ. നമ്മുടെ ജീവിതം അങ്ങനെയാണോ? ഇറ്റ് ഈസ് ടോട്ടലി സെറ്റപ്പ് ഔട്ടാണോ? അല്ലെങ്കിൽ പിശാചിനെ കീഴടക്കി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. പലപ്പോഴും നമ്മുടെ പിശാച് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും, പിശാചിന്റെ ആക്രമണങ്ങൾക്ക് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കും. എന്നാൽ സ്വന്തം ജീവന് ഒരു വിലയും കൊടുത്തില്ല. പൗലോസ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തന്നെ എൻ്റെ ജീവന് എന്തെങ്കിലും വിലയുള്ളതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. only one ambition and only one mission. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച ശുശ്രൂഷ പൂർത്തിയാക്കണം. ദാറ്റ് ഈസ് ഓൺലി അംബിഷൻ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് അംബിഷൻ എന്താ? സെക്കൻഡ് അംബിഷൻ എന്താ? ഫസ്റ്റ് അംബിഷൻ ഇത്, സെക്കൻഡ് അംബിഷൻ അതായത് നോക്ക്, ഇത് നമ്മൾ വായിച്ചിട്ട് കാര്യമില്ല. നമ്മളിത് അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് 21st സെഞ്ചുറി കാണുന്ന രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ആൾക്കാർ കർത്താവ് പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല, പ്രത്യുത എന്റെ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ അവിടെ പ്രവേശിക്കും. നോക്ക്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന അതിന്റെ അർത്ഥം. ലോകത്തിലെ കോണ്ടംപററി കൾച്ചറിൽ കർത്താവ് എന്ന് വിളിക്കുന്ന രക്ഷിക്കപ്പെടുന്നത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ ജോൺ ചാപ്റ്റർ 6 കാണുന്നുണ്ട്. അവരെല്ലാം കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു വന്നവരാ. പക്ഷേ ഒരു മാനസാന്തര ജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവര് ഗുഡ് ബൈ പറഞ്ഞിട്ടിട്ട് പോയി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇട്ടിട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അംബീഷൻ ഇതായിരിക്കണം. പൗലോസിന്റെ പോലെ എന്റെ ജീവൻ എന്തെങ്കിലും വിലയുള്ളതായോ എന്റെ സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും വിലയുള്ളതായിട്ടോ ഞാൻ കണക്കാക്കുന്നില്ല, പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച ശുശ്രൂഷയും ദൗത്യവും പൂർത്തിയാക്കണമെന്ന്. നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. ചിന്തിച്ചു നോക്കിയാൽ അവനെ ജഡ്ജ് ചെയ്യാതെ ദൈവത്തിന്റെ വചനം പറയുന്നത് യു ആർ ടു ജഡ്ജ് യുവർ സെൽഫ്. വേറെ ആർക്കും ആരെയും ജഡ്ജ് ചെയ്യാൻ റൈറ്റ് ഇല്ല. പിന്നെ ദൈവം ജഡ്ജ് ചെയ്തോളൂ. നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോൾ ആർ വി ലിവിങ് വിത്ത് ഓൺലി വൺ അംബിഷൻ? അല്ലെങ്കിൽ എത്തിപ്പെടില്ല. കാരണം ദൈവത്തിന്റെ വചനം വള്ളി പുള്ളിക്ക് മാറ്റം വരത്തില്ല. കർത്താവ് പറഞ്ഞു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നീ മന്ദോഷ്ണവാനാകൊണ്ട്. അപ്പൊ വായിൽ തുപ്പിക്കളയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതായത് ഈ വായിലിരിക്കുക എന്ന് പറഞ്ഞാൽ ബോഡിക്കകത്താ. നമ്മളിപ്പോൾ ഒരു സാധനം വായിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വിത്തിൻ ദി ബോഡി. അപ്പൊ നമ്മള് ഈ മന്ദോഷ്ണ അവസ്ഥയിൽ കുറച്ചു നാളൊക്കെ വായിലിരിക്കും, അല്ലെങ്കിൽ ബോഡിക്കകത്തിരിക്കും. പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് കോൾഡായിട്ടുള്ളവർ ഇരിക്കുന്നല്ല, അല്ലെങ്കിൽ തീഷ്ണവാന്മാരായില്ലെങ്കിൽ കുറെ സമയം ദൈവം എല്ലാവർക്കും മാനസാന്തരപ്പെടാൻ സമയം തരും. ആ സമയം കൊണ്ട് നമ്മൾ ഉഷ്ണവാന്മാരായില്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കർത്താവ് വിൽ സ്പിറ്റ് യു ഔട്ട്. അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ നിന്ന് പുറത്താവും എന്ന് പറഞ്ഞാൽ സഭയിൽ നിന്ന് പുറത്താവും. ലോകത്തിലെ സഭയിലൊക്കെ നമ്മുടെ പേര് കാണും, പക്ഷെ കർത്താവിന്റെ സഭയിൽ കാണത്തില്ല. അപ്പൊ ഇതില് നമ്മൾ ചിന്തിച്ചത് ഈ ആക്യുറസി ഓഫ് ദി സ്ക്രിപ്ചർ, പിന്നെ ലാസ്റ്റ് ഡേയ്സിലെ മുഴുവൻ ഡെമോണിക് ഡോക്ട്രിൻസ് ആയിരിക്കും. കാരണം നമ്മൾ ഈ ആക്യുറേറ്റ്
സ്ക്രിപ്ചറൽ നോളജിന്റെ ആ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അഗെയിൻ 1 John 4 വായിക്കുമ്പോൾ നോക്ക്, 1-ാം നൂറ്റാണ്ടില് സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നെങ്കിൽ 21st സെഞ്ചുറിയിൽ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 1 John 4 1 തുടങ്ങി വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. ഇവിടെ ആത്മാക്കൾ എന്ന് പറഞ്ഞേക്കുന്നത് ഈ സ്പിരിറ്റ് വേൾഡിനെ ഉദ്ദേശിച്ചല്ല, ഇൻഡിവിജ്വൽസിനെയാണ്. നമ്മൾ പറയാറില്ലേ അതൊരു പാവ ആത്മാവാന്ന് പറയുന്നത്, നമ്മൾ സംസാര ഭാഷ പറയത്തില്ല, ആൾക്കാരെ ഉദ്ദേശിച്ച് പറയത്തില്ലേ, അതൊരു പാവ ആത്മാവാണ്. സെയിം ഇത് സ്പിരിറ്റ് വേൾഡ് അല്ല, വ്യക്തികളെ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, അവ ദൈവത്തിൽ നിന്നുള്ളവയാണോ അല്ലെങ്കിൽ അവര് ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് പരീക്ഷിച്ചറിയുക. കാരണം ധാരാളം വ്യാജ പ്രവാചകർ ലോകത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പൊ 1st സെഞ്ചുറിയിൽ ധാരാളം കള്ള പ്രവാചകർ ലോകത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ദെൻ 1 John chapter 2 എടുക്കുമ്പോൾ അതിന്റെ 26 തുടങ്ങി വായിക്കുമ്പോൾ, 1 John 2:26 തുടങ്ങി വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ അവസ്ഥ, നിങ്ങളെ വഞ്ചിക്കാൻ ഉദ്യമിക്കുന്നവരെ ചൊല്ലിയാണ് ഞാൻ ഇത് എഴുതുന്നത്. അപ്പൊ ഈ 1 John ആ ലെറ്ററിന്റെ പർപ്പസ് എന്താ? വൺ ഓഫ് ദി പർപ്പസ് ഇതാ, അതായത് നിങ്ങളെ വഞ്ചിക്കാൻ അത് ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. 1 verse. These things I have written to you concerning those who try to deceive you. Concerning those who deceive you, നിങ്ങളെ വഞ്ചിക്കാൻ ഉദ്യമിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് എഴുതിയത്. അപ്പൊ നമ്മളിത് വായിച്ച് ഇതിൽ പറഞ്ഞേക്കുന്ന വാണിങ്സ്, ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ you will be deceived. നമ്മൾ യൂദായുടെ ലേഖനം എടുക്കുമ്പോൾ, യൂദായുടെ ലേഖനത്തിൽ അതിന്റെ 1 verse 4 വായിക്കുമ്പോൾ, പണ്ടേ തന്നെ ശിക്ഷയ്ക്ക് എഴുതി തള്ളിയിരിക്കുന്ന ചിലർ നിങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റത്തില്ല, കാരണം കർത്താവ് പറഞ്ഞു ഗോതമ്പ് 10 കാളയും കൂടി ഒന്നിച്ച് വളർന്നോട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീയ കോളത്തെ കുറിച്ചാണ്. അതായത് പണ്ടേ തന്നെ, അതായത് രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ എല്ലായിടത്തും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് സഭകളിൽ വരും, ലോകത്തിലെ പ്രസംഗക്കാരുടെ ഇടയിൽ വരും, എല്ലായിടത്തും വരും രക്ഷിക്കപ്പെടാത്ത അനേകരും. അതായത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പണ്ടേ തന്നെ ശിക്ഷയ്ക്ക് എഴുതി തള്ളിയിരിക്കുന്ന ചിലർ നിങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ സ്വന്തം വിഷയാസക്തിക്ക് ദുരുപയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുകയും ചെയ്യുന്ന വഷളരാണ് ഇവർ. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത് 3-ാം സെന്റൻസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരുടെയും പൊതുവായ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ ഞാൻ അത്യധികം തൽപരനായിരിക്കെ വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ നിങ്ങളെ ആഹ്വാനം ചെയ്ത് എഴുതേണ്ടത് ആവശ്യമായി വന്നു. അപ്പൊ ഈ എഴുത്തിന്റെ പർപ്പസ് എന്തായിരുന്നു? അതായത് വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് വി ആർ ടു ഫൈറ്റ് ഫോർ ദി ട്രൂത്ത് ഓഫ് ദി ഗോസ്പൽ. ഈ വചനത്തിൽ നിന്ന് ഇവിടെ വ്യതിചലിക്കുന്നിടത്ത് വി ഓൾ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ഫൈറ്റ് വാളും കുന്തം എടുത്തല്ല. അതായത് സത്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുകയും നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ യുദ്ധം എന്ന് പറയുന്നത്, നമ്മൾ സത്യത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ യുദ്ധം, അല്ലാതെ വേറെ ഒന്നുമല്ല. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാൻ അദ്ദേഹത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ ഈ അപ്പസ്തോലന്മാരെല്ലാം വാൺ ചെയ്തു, നിങ്ങളുടെ ഇടയിലേക്ക് കള്ള ഉപദേശന്മാർ കയറിയിട്ടുണ്ട്. ദെൻ അപ്പസ്തോലനായ പൗലോസിന്റെ റൈറ്റിംഗ്സ് എടുക്കുമ്പോൾ 2 Corinthians 11 അതിന്റെ 11 verse 12 തുടങ്ങി വായിക്കുമ്പോൾ, ഞാൻ ചെയ്യുന്നത് തുടർന്നും ചെയ്യും, അങ്ങനെ ഞങ്ങളെ പോലെയാണ് തങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് വീമ്പുലക്കുന്നവരുടെ അവകാശവാദം തകർക്കും. അങ്ങനെയുള്ളവർ കപട അപ്പസ്തോലന്മാരാണ്, വഞ്ചകരാണ്, ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരായി വേഷം കെട്ടിയവരാണ്. ഇതിൽ അത്ഭുതമില്ല, സാത്താൻ പോലും പ്രകാശത്തിന്റെ മാലാഖയുടെ വേഷം കെട്ടാറുണ്ട്. അതുകൊണ്ട് സാത്താന്റെ ദാസർ നീതിയുടെ ദാസരായി വേഷം കെട്ടുന്നതിലും അത്ഭുതമില്ല. അവരുടെ അന്ത്യം അവരുടെ പ്രവൃത്തികൾക്ക് ചേരുന്നവയായിരിക്കും. അപ്പം ഇവിടെ എഴുതിയേക്കുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ അറിയും? അതായത് സാത്താന്റെ ദാസർ നീതിയുടെ ദാസരായി വേഷം കെട്ടുന്നതിൽ അത്ഭുതമില്ല. കാരണം പിശാച് വെളിച്ചദൂതനായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. നമുക്ക് ഈവിന്റെ അടുത്ത് നല്ല വെളിച്ചദൂതനായിട്ടാണ് വന്നത്, അല്ലെ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്ന ആളായിട്ടാണ് വന്നത്.
അല്ലെങ്കിൽ അലറുന്ന സിംഹമായിട്ടല്ല വന്നത്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്, അപ്പൊ ഇവിടെ പറഞ്ഞേക്കുവാണ് സാത്താൻ വെളിച്ചദൂതനായിട്ട് വെളിപ്പെടാറുണ്ട്. അതുപോലെ സാത്താന്റെ ദാസർ നീതിയുടെ പ്രഘോഷകരായിട്ട് അല്ലെങ്കിൽ യേശു കർത്താവിന്റെ അപ്പസ്തോലന്മാരായിട്ട് വേഷം കെട്ടി ഈ ലോകത്തിൽ നിറയെ പ്രസംഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനെ തിരിച്ചറിയാനായിട്ടാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ ചെയ്യുന്നത് തുടർന്ന് ചെയ്യും, അങ്ങനെ ഞങ്ങളെ പോലെയാണ് തങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് വീമ്പിളക്കുന്നവരുടെ അവകാശവാദം തകർക്കും. ഇവിടെ ഒന്നും അറിയുന്നതല്ല പൗലോസ് എങ്ങനെയാ അവകാശവാദം തകർത്തെന്ന് അറിയാം. നമ്മളെല്ലാവരും അറിയേണ്ടതാ. അതിന്റെ 7 തുടങ്ങി വായിക്കും. നിങ്ങൾ പൗലോസ് എങ്ങനെയാണ് കള്ള അപ്പസ്തോലന്മാരുടെ അവകാശവാദം തകർത്തെന്ന് നമുക്കറിയണം. നമ്മൾ അത് പൗലോസിന്റെ അപ്പസ്തോലന്മാരുടെ മാതൃക പിന്തുടർന്ന് കള്ള അപ്പസ്തോലന്മാരെ പുറത്തു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. വി ആർ കോൾഡ് ടു ഡു ദാറ്റ്. കാരണം തിമോത്തിയോസിനോട് പറയുകയാണ്, നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് ഭദ്രമായിട്ട് സൂക്ഷിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും സ്നേഹത്താലും. അപ്പൊ 7 തുടങ്ങിയുള്ളടത്ത് എഴുതിയിട്ടുണ്ട് പൗലോസ് എങ്ങനെയാ തകർത്തെന്ന് വായിച്ചു. നിങ്ങൾക്ക് ചെലവ് വരുത്താതെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിച്ച് നിങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി ഞാൻ സ്വയം താഴ്ന്നതാണോ എന്റെ തെറ്റ്? നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ മറ്റു സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ച് ഞാൻ അവരെ കവർച്ച ചെയ്തു. നിങ്ങളുടെ ഇടയിൽ വെച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ നിങ്ങളിൽ ആരെയും ക്ലേശിപ്പിച്ചില്ല. മാസിഡോണിയയിൽ നിന്നെത്തിയ സഹോദരരാണ് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ക്ലേശിപ്പിച്ചിട്ടില്ല, ക്ലേശിപ്പിക്കുകയുമില്ല. എന്നിലുള്ള ക്രിസ്തുവിന്റെ സത്യമാണ്. അഖായ പ്രദേശങ്ങളിലെങ്ങും എന്റെ ഈ പ്രശംസ ഇല്ലാതാക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടോ? ഞാൻ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിനറിയാം. ഞാൻ ചെയ്യുന്നത് തുടർന്നും ചെയ്യും. അങ്ങനെ ഞങ്ങളെ പോലെയാണ് തങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് വീമ്പിളക്കുന്നവരുടെ അവകാശവാദം തകർക്കും. അതെ, അതായത് ഒരു കാര്യം ഉറപ്പാ, കള്ള അപ്പസ്തോലന്മാർ ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് ചെലവ് വരുത്തി കർത്താവിന്റെ വേല ചെയ്യില്ല. അതവിടെ പൗലോസ് പറയുന്നത്. പൗലോസ് കൊറിന്തോസിൽ, കാരണം കൊറിന്തോസുകാർ പൗലോസിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് അറിയാവുന്ന കാര്യം. ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നതിന് നിങ്ങൾ തെളിവ് ആവശ്യപ്പെട്ടേക്കും. അതുകൊണ്ട് നോക്ക്, പൗലോസിന്റെ ശുശ്രൂഷ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആർക്കും ഈ പൗലോസ് അവര് ചൂഷണം ചെയ്യുന്നു പറയാൻ അവസരം. അതേസമയം കള്ള അപ്പസ്തോലന്മാരെല്ലാം എന്ത് ചെയ്തു? അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു. അതാ പൗലോസ് പറയുന്നത്, ഞാൻ ചെയ്യുന്നത് തുടർന്ന് ചെയ്യാം, അങ്ങനെ ഞങ്ങളെ പോലെയാണ് തങ്ങളും പ്രവർത്തിക്കുന്നതെന്ന്. കാരണം അപ്പസ്തോലനായ പൗലോസും ഞങ്ങളുമായിട്ടൊരു വ്യത്യാസം ഇല്ലാന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ പൗലോസ് അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള സാക്ഷ്യം വഹിച്ചു. അല്ലെങ്കിൽ അഖായ പ്രദേശങ്ങളിലുള്ള ആർക്കും എൻ്റെ ഈ പ്രശംസ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. കൊറിന്ത്യർ ലേഖനത്തിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അതായത് എൻ്റെ ഈ പ്രശംസ അല്ലെ എൻ്റെ ഈ അഭിമാനം ഇല്ലാതാക്കുന്നതിനേക്കാൾ ഭേദം മരണമാണ്. അങ്ങനെയുള്ള അഭിമാനികളായിട്ടുള്ള അപ്പസ്തോലന്മാർ ലേ ഡൗൺ ചെയ്ത ക്രിസ്ത്യാനിറ്റി. അല്ലെങ്കിൽ അവര് സുവിശേഷം പറഞ്ഞിട്ട് പൈസ ചോദിച്ചിട്ടില്ല. കാരണം അവരുടെ സൂപ്പർ ബോസ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാ, നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടി, സൗജന്യമായിട്ട് കൊടുക്കാനും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യം. അതുകൊണ്ട് സത്യസന്ധമായിട്ട് പൈസ വാങ്ങിക്കുന്നവർ കള്ളന്മാരാന്നല്ല, പക്ഷെ കള്ളന്മാർ പൈസ വാങ്ങിച്ചിരിക്കും. ഐദർ പൈസ ഓർ ഫെയിം, ഇത് രണ്ടിനു വേണ്ടിയിട്ട് സുവിശേഷ വേല ചെയ്യുന്നവരാണ്. അപ്പൊ ഇത് കള്ളന്മാരായിട്ടുള്ള അപ്പസ്തോലന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളും അതിനകത്ത് ഡിസെപ്ഷനിൽ പെട്ടുപോകും. അതുകൊണ്ടാണ് ഈ അപ്പസ്തോലന്മാരെല്ലാം വാൺ ചെയ്തത്. നോക്ക്, പത്രോസ് വാൺ ചെയ്തു, പൗലോസ് വാൺ ചെയ്തു, യൂദ വാൺ ചെയ്തു, റെവലേഷനിൽ നമ്മൾ വാണിംഗ് കണ്ടു. എല്ലാം കണ്ടിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ അലേർട്ട് അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം ആക്യുറേറ്റ് ആയിട്ട് പഠിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് കമ്മിങ് ബാക്ക് ടു ദി ബേസിക് ടീച്ചിങ് ഓഫ് ദി സ്ക്രിപ്ചർ. അപ്പൊ ഏറ്റവും അതായത് ഇങ്ങനെയാണല്ലോ നമുക്കറിയാം, നീതീകരണം, വിശുദ്ധീകരണം ആൻഡ് മഹത്വീകരണം, ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. അപ്പം ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ജസ്റ്റിഫിക്കേഷൻ. ജസ്റ്റിഫൈഡ് ആകാത്ത ആൾക്ക് സാങ്ക്ടിഫൈഡ് ആകാൻ പറ്റത്തില്ല, ഗ്ലോറിഫൈഡ് ആകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ജസ്റ്റിഫിക്കേഷനാണ്. അപ്പൊ നമ്മൾ ഈ ബൈബിൾ എടുത്താൽ ഈ ന്യൂ ടെസ്റ്റാമെന്റില് 3 സ്ഥലത്തെ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള വേർഡ് എഴുതിയിട്ടുള്ളൂ. അതായത് കിങ് ജെയിംസ് വേർഷൻ, അതാണ് കിങ് ജെയിംസ് വേർഷൻ അല്ലെങ്കിൽ NASB ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബൈബിളുകൾ ഈ പാരഫ്രൈസ് ചെയ്ത് എഴുതുന്നവർ പല സ്ഥലത്തും എഴുതിയിട്ടുണ്ടാവും. അത് ഒറിജിനൽ ലാംഗ്വേജിലുള്ളതല്ല. അപ്പൊ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള വേർഡ് 3 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. റോമൻസ് 4:25, ദെൻ റോമൻസ് 5:16 ആൻഡ് 5:18. ഇപ്പൊ എടുക്കണ്ട, അതിൽ റോമൻസ് 4:26 അത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ 3
അപ്പൊ ജസ്റ്റിഫിക്കേഷൻ, നമ്മൾ ജസ്റ്റിഫൈഡ് അല്ലെങ്കിൽ എന്ത് പറ്റും? മരിച്ചു നരകത്തിൽ. കാരണം ഈ ജസ്റ്റിഫിക്കേഷൻ ആവശ്യമായിട്ട് വരാൻ കാരണം എന്താ? അത് നമ്മൾ അറിയണ്ട. കാരണം പാപം ചെയ്ത് അയോഗ്യരായി തീർന്നു. നമുക്കറിയാം ആദത്തിനും അവയ്ക്കും രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അവർക്ക് പാപമില്ലായിരുന്നു. പാപം ചെയ്ത് അവർ മരിച്ചു, ആത്മീയമായിട്ട് മരിച്ചു. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത് അറിയാവുന്ന സ്ഥലങ്ങളാണ്. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ്സിന് അയോഗ്യരായി. ഇനി പാപം ചെയ്താൽ ദൈവ തേജസ്സിന് അയോഗ്യരാണ്. പാപം ചെയ്താൽ ദൈവത്തിന്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. പാപം ചെയ്ത് ആദമാൻ ജീവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഒരു പാപം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. അതാണ് ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് പഠിച്ചേ പറ്റൂ. ഒരു പാപം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റത്തില്ല. വിത്ത് വൺ സിൻ. അതാണ് ആദമാൻ ജീവനെ അവരൊരു പാപം ചെയ്തുള്ളൂ, ആ മരത്തിന്റെ ഫലം പറിച്ചു തന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആസ് ഇഫ് നെവർ വി ഹാവ് സിൻ. അതാണ് ജസ്റ്റിഫിക്കേഷൻ. അപ്പം ഈ റോമൻസ് 4:26 വായിക്കുമ്പോൾ ഒന്ന് വായിക്കുമ്പോൾ 26 ഉണ്ട് ഈ ട്രാൻസ്ലേഷനിലൊക്കെ. വായിച്ചു, എന്നാൽ ലാസ്റ്റ് വേർഡ് വായിച്ചാൽ മതി. യേശു നമ്മുടെ അതിക്രമങ്ങൾ മൂലം വധിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ അതൊന്ന് വായിക്കണം. അതായത് യേശു അല്ല 4:25 സോറി 4:25. അതായത് യേശു നമ്മുടെ അതിക്രമങ്ങൾ മൂലം വധിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ അവിടെ രണ്ട് കാര്യം എഴുതിയിരിക്കുന്നത്. ഒന്ന്, വധിക്കപ്പെട്ടു, ദെൻ ഉയർപ്പിക്കപ്പെട്ടു. അപ്പൊ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് വധിക്കപ്പെട്ടു, ദെൻ എന്തിനു വേണ്ടി ഉയർപ്പിക്കപ്പെട്ടെ? ഇംഗ്ലീഷിൽ ജസ്റ്റിഫിക്കേഷൻ ഞാൻ വായിക്കാം. ആൻഡ് ഹു വാസ് ഡെലിവേർഡ് അപ്പ് ബിക്കോസ് ഓഫ് അവർ സിൻ ഒഫൻസസ് ആൻഡ് വാസ് റേസ്ഡ് ബിക്കോസ് ഓഫ് അവർ ജസ്റ്റിഫിക്കേഷൻ. അപ്പൊ ഇതില് പാപത്തിന് പരിഹാരം നോക്ക്. നമ്മുടെ പാപത്തിന് വേണ്ടി കർത്താവ് വധിക്കപ്പെട്ടു, നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ഉയർപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടാനുള്ള കണ്ടീഷനിൽ ഈ റിസറക്ഷനിലുള്ള ഫെയ്ത്ത് ഒരു കണ്ടീഷനാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ നമ്മൾ വായിച്ചതാ റോമൻസ് 10. അപ്പൊ അതുകൊണ്ട് ഇനി കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു, പാപത്തിന് വേണ്ടി മരിച്ചു, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള എപ്പോഴും ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ ഈ രക്ഷിക്കപ്പെടണമെങ്കിൽ പാപത്തിന് വേണ്ടി മരിച്ചാൽ പോരാ. ദെൻ റിസൺ. അതാണ് ആ കർത്താവിന്റെ പാപപരിഹാര ബലി ദൈവം അംഗീകരിച്ചതിന്റെ, പിതാവ് അംഗീകരിച്ചതിന്റെ പ്രൂഫാണ് റിസറക്ഷൻ. അപ്പൊ ഇതിൽ എഴുതിയേക്കുന്നത് യേശു അല്ല, റോമാലേഖനം 10 അതിന്റെ 9 തുടങ്ങി വായിക്കുമ്പോൾ കർത്താവാണ് യേശു എന്ന് ചുണ്ടുകൾ കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചു. ഈ റിസറക്ഷനിൽ ഫെയ്ത്ത് ഇല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ജസ്റ്റിഫൈഡ് ആകത്തില്ല. കാരണം അതവിടെ എഴുതിയേക്കുന്നത് അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ ഈ റിസറക്ഷനിലുള്ള ഫെയ്ത്ത് ഇല്ല എങ്കിൽ നോക്ക്, കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവിടെ അവസാനിച്ചാൽ യു വിൽ നോട്ട് ബി ജസ്റ്റിഫൈഡ്. അതവിടെ എഴുതിയേക്കുന്നത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എപ്പോഴും പറയുന്ന കാര്യം, കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഓക്കെ, പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അപ്പൊ പാപത്തിന് പരിഹാരമായി. പക്ഷെ ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് പാപത്തിന് പരിഹാരമായി, അല്ലെങ്കിൽ അതിലുള്ള വിശ്വാസമാണ് നമ്മളെ ജസ്റ്റിഫൈഡ് ആക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് കർത്താവാണ് യേശു എന്ന ചുണ്ടുകൾ കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ കമ്മിങ് ബാക്ക് ടു റോമൻസ് 4:25 വരുമ്പോൾ നമ്മുടെ അതിക്രമങ്ങൾ മൂലം വധിക്കപ്പെട്ടു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെട്ടു. ഇതൊരു ട്രൂത്താണ്. ഇതാണ് നമ്മുടെ രക്ഷയ്ക്ക് നിദാനമായിട്ടുള്ള സത്യം. ഈ രക്ഷയ്ക്ക് നിദാനമായിട്ടുള്ള സത്യം അറിഞ്ഞതുകൊണ്ട് ആരെങ്കിലും രക്ഷിക്കപ്പെടും? ഇല്ല. അതായത് സകല ലോകത്തിന്റെയും പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് മരിച്ചു. അത് നമ്മൾ വായിക്കുന്നത് 1 John 2 അല്ല, 1 John 2:1-2 വായിക്കുമ്പോൾ ഒന്ന് വായിക്കാം. ഇത് ഇത്തിരി തിയറിയാ, അതുകൊണ്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. 2 എന്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ് ഞാൻ ഇത് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്താൽ നമുക്ക് പിതാവിന്റെ സമീപം ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്, നമ്മുടെ മാത്രമല്ല സമസ്ത ലോകത്തിന്റെയും പാപങ്ങൾക്ക് പരിഹാരം. അതെ, അതായത് ഇവിടെ നമ്മളുടെ യോഹന്നാൻ പറയുന്ന ആരും ഉദ്ദേശിച്ച അതാ രക്ഷിക്കപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഹീസ് ആൻ അറ്റോൺമെന്റ് ഫോർ ദി സിൻസ് ഓഫ് ദി എൻറ്റയർ ഹ്യൂമാനിറ്റി. അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല,
വർണ്ണയില്ല. ഹീസ് സേവിയർ. നമ്മൾ വായിക്കുന്നുണ്ട് പത്രോസിന്റെ പ്രസംഗത്തിൽ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് ഒരേ ഒരു നാമമുള്ളൂ. അതവിടെ. അപ്പൊ ഇത് നമ്മുടെ മാത്രമല്ല, സകലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മനുഷ്യരോടും കർത്താവിൽ വിശ്വസിക്കാൻ പറയുന്നത്. കാരണം നമ്മൾ വിശ്വസിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. ഈ കർത്താവിൽ വിശ്വസിച്ചില്ലെങ്കിൽ ആരും രക്ഷിക്കപ്പെടത്തില്ല. കാരണം ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് ഒരേ ഒരു നാമമുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. അപ്പൊ കർത്താവിൽ വിശ്വസിക്കാത്ത എല്ലാ മനുഷ്യന്റെയും കാര്യം എറ്റേണലി ഡൂമിങ് ആണ്. അതുകൊണ്ട് പലപ്പോഴും ഈ നീതീകരണം പ്രാപിക്കാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ആൾക്കാർക്ക്, ജസ്റ്റിഫൈഡ് അല്ലാത്ത ആൾക്കാർക്ക് ഇത് എത്ര വിശദീകരിച്ചാലും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ പറയാറില്ല, എന്താ ഹിന്ദുക്കൾക്ക് ഒരു സ്വർഗ്ഗമില്ലേ, മുസ്ലിംക്ക് സ്വർഗ്ഗമില്ലേ, അല്ലെങ്കിൽ എന്താ നമുക്ക് മാത്രമേ സ്വർഗ്ഗമുള്ളൂ. ഈ നമുക്ക് മാത്രമേ സ്വർഗ്ഗമുള്ളൂ എന്ന് പറയുന്ന ആരും ഈ നീതീകരണം പ്രാപിക്കാത്തവരാ. കാരണം ഇത് മനുഷ്യബുദ്ധിക്ക് വ്യാഖ്യാനിച്ചാൽ മനസ്സിലാകത്തില്ല, ഇത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ പറയുമ്പോൾ അങ്ങനെ പറയുന്നത്, എന്താ നമ്മൾ മാത്രമേ രക്ഷിക്കും. ഈ നമ്മൾ മാത്രമേ രക്ഷിക്കപ്പെടുള്ളൂ എന്ന് ചോദിക്കുന്ന ആരും ജസ്റ്റിഫൈഡ് അല്ല. അവർ അനുഭവിച്ചിട്ടില്ല. അവർ ക്രിസ്ത്യാനിയായിരിക്കും, ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നതായിരിക്കും, അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടാവും. കർത്താവിൽ വിശ്വസിച്ചതുകൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല. കാരണം കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള നോളജ്. കർത്താവിൽ വിശ്വസിക്കുന്നത് പിശാചും വിശ്വസിക്കുന്നില്ല, കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്. ദെൻ മുസ്ലിങ്ങൾ ഒരു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പ്രത്യേകം പറഞ്ഞത് ഈ ജോൺ 8:24 NIV എന്ന് വായിക്കുമ്പോൾ, ജോൺ 8:24 NIV ഉള്ള ആരെങ്കിലും വായിക്കും. I told you that you would die in your sins. If you do not believe that I am He, you will indeed die in your sins. ഈ NIV ഒരു പ്രശ്നമുണ്ട്, അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പഴയ NIV ഉണ്ടെന്ന് വായിക്കും, ഓൾഡ് വൺ NIV വായിക്കുക. അറിവില്ല. അല്ലെങ്കിൽ NIV ട്രാൻസ്ലേഷൻ എന്തെന്ന് വായിക്കും? ഇല്ല. അപ്പൊ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ദി വൺ ഐ ക്ലെയിം മൈസെൽഫ് ടു ബി. അതായത് കർത്താവായ യേശു ക്രിസ്തു എന്ത് ക്ലെയിം ചെയ്തിട്ടുണ്ടോ അതുപോലെ വിശ്വസിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടത്തില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് ഐ ക്ലെയിം മൈസെൽഫ് ടു ബി. ഞാൻ പഴയ NIV. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ക്രിസ്തീയ കോളം എടുത്താൽ പല സഭകളുണ്ട്. കത്തോലിക്കർക്ക് ഒരു യേശു ക്രിസ്തു ഉണ്ട്, മർത്തമക്കാർക്ക് ഒരു യേശു ക്രിസ്തു ഉണ്ട്, യാക്കോബക്കാർക്ക് ഒരു യേശു ക്രിസ്തു ഉണ്ട്, പെന്തക്കോസ്തുകാർക്ക് ഒരു യേശു ക്രിസ്തു ഉണ്ട്. എല്ലാ യേശു ക്രിസ്തുവും ഈ ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന് ഒരു മാറ്റവും ഇല്ലാത്ത ഒരു സഭകളെയും കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ് ജോൺ 8:24 ഞാൻ വായിക്കാം. കാരണം ടീച്ചിങ് വെച്ചാൽ നമ്മൾ പറയുന്നത്, അല്ലാതെ ഒരു വ്യക്തിയുടെ ഇതല്ല. ടീച്ചിങ്ങില് എല്ലാവരും ഈ അപ്പസ്തോലിക് ടീച്ചിങ്ങിൽ മാറിപ്പോയിട്ടുണ്ട്. 8:24 ഇങ്ങനെ എഴുതിയേക്കുന്നേ. ഐ വിൽ റീഡ് 24. അതായത് I told you that you die in your sins if you do not believe that I am the one I claim myself to be. ഇതിനകത്ത് ഫുഡ് നോട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് നമുക്കറിയാവുന്ന ഒരു കാര്യം, അത് കർത്താവിന്റെ ക്ലെയിംസ് അതിനകത്ത് ഒന്നപ്പം നമ്മൾ പറഞ്ഞു, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് വേറൊരു നാമമില്ല. അപ്പൊ നമ്മൾ കർത്താവിൽ വിശ്വസിച്ചിട്ട്, ഈ കർത്താവിൽ വിശ്വസിക്കാത്തവരും സ്വർഗത്തിൽ പോകുന്നു വിശ്വസിക്കുകയും പ്രീച്ച് ചെയ്യുകയും ചെയ്യുന്ന പ്രീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവര് വേറൊരു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന കാരണം ആകാശത്തിന്റെ കീഴിലും മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് വേറെ ഒരു നാമവും ദൈവം കൊടുത്തിട്ടില്ല. അതായത് കർത്താവിൽ വിശ്വസിച്ചില്ല എങ്കിൽ, കർത്താവിൽ വിശ്വസിക്കാത്ത എല്ലാവരും നിത്യമായിട്ട് നശിക്കുമെന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ വേറെ യേശുവിലാണ് വിശ്വസിക്കുന്നത്. കാരണം ഹീസ് ഓൺലി വൺ സേവിയർ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്ത് പ്രവേശിക്കുന്നില്ല. ഈ സത്യം നമ്മുടെ ഹൃദയത്തെ ഗ്രിപ്പ് ചെയ്താൽ നമുക്ക് മൗനമായിട്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരോടും പറയും. കാരണം നമുക്ക് ഒരു അന്ധൻ കുഴിയിലേക്ക് വീഴാൻ പോകുന്നത് കണ്ടിട്ട് അവനെ പിടിച്ചു മാറ്റുന്നില്ലെങ്കിൽ അവനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ശരിയല്ലേ? സെയിം വേ. അപ്പൊ ഇതില് ഈ കർത്താവായ യേശു ക്രിസ്തുവില്, അപ്പൊ കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു. അപ്പൊ നമ്മൾ അതുകൊണ്ട് എല്ലാ മനുഷ്യനും രക്ഷിക്കപ്പെടും ഇല്ല. അവിടെ നമ്മൾ റോമൻസ് 3 വായിക്കുമ്പോൾ അത് നമ്മൾ അറിയേണ്ടത്, 3:20 തുടങ്ങി വായിക്കുമ്പോൾ നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷനാണ് ചിന്തിക്കുന്നത്. 3:20, അതായത് നിയമം അനുസരിച്ചുള്ള പ്രവൃത്തികൾ കൊണ്ട് ഒരു മനുഷ്യനും ദൈവത്തിന്റെ മുമ്പാകെ നീതീകരിക്കപ്പെടുകയില്ല. കാരണം എന്താണ് പാപം എന്ന അറിവാണ് നിയമം നൽകുന്നത്. അപ്പൊ ഈ നിയമം അനുസരിച്ചുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സൽക്കർമ്മങ്ങൾ അതിനർത്ഥമുള്ളൂ. കാരണം ഈ നിയമത്തിൽ എഴുതി കിട്ടുന്നതിന് മുമ്പ് തന്നെ നിയമത്തിൽ എഴുതി കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ഓൾറെഡി ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ഇപ്പൊ നമുക്ക് നിയമത്തിൽ എഴുതി ഒത്തിരി കാര്യങ്ങൾ. അബ്രാഹം ഫിലിസ്തീന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഭാര്യ സഹോദരിയാന്ന് പറഞ്ഞു.
കാരണം ഈ രക്തബന്ധങ്ങൾ തമ്മിൽ വിവാഹം ഇല്ല എന്നുള്ളത് മനസാക്ഷിയിൽ ഉണ്ടായിരുന്നു. അത് പിന്നീട് നമുക്ക് എഴുതി കിട്ടി, ലേവ്യ പുസ്തകത്തിലൊക്കെ എഴുതി കിട്ടി. അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതില് നിയമം അനുസരിച്ച് അല്ലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനും ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടില്ല. കാരണം എന്താ? അതായത് ഒരു വയലേഷൻ വന്നാൽ ഇത് നമ്മൾ മനസ്സിലാക്കി പറ്റൂ. കാരണം ഇത് മനസ്സിലാക്കിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കുരിശ കിടന്ന കള്ളൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ സ്വർഗ്ഗത്തിൽ പോയത്? ഒന്നുമില്ല. കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിനെ വിശ്വസിച്ചു. പക്ഷെ തിയററ്റിക്കലി കള്ളൻ എല്ലാ കണ്ടീഷനും ഫുൾഫിൽ ചെയ്തു. അപ്പൊ സെയിം വേ നമ്മൾ ഇതിനകത്ത് ഈ കാര്യങ്ങൾ അറിഞ്ഞ് ജസ്റ്റിഫൈഡ് ആയാൽ നമ്മുടെ വിശ്വാസത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടാവും. അല്ലെങ്കിൽ അടിസ്ഥാനം ഇല്ലെങ്കിൽ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ നിയമം അനുസരിച്ചുള്ള പ്രവൃത്തികൾ കൊണ്ട് ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ഈ 21ാം സെന്റൻസിൽ അത് ഇംഗ്ലീഷിലാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ട്, അതായത് സൽക്കർമ്മങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനും ഒരിക്കലും നീതീകരിക്കപ്പെടില്ല. എന്നാൽ ഇപ്പോൾ നിയമത്തിന് പുറത്ത് ദൈവനീതി പ്രത്യക്ഷമായിരിക്കുന്നു. നോക്കുക, അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്ക. എന്തെങ്കിലും പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും? വചനത്തിന്റെ സപ്പോർട്ട് പറയും. ഇതുണ്ടോ? നിയമത്തിന് പുറത്ത് ദൈവനീതി പ്രത്യക്ഷമായിരിക്കുന്നു, നിയമവും പ്രവാചകരും അതിന് സാക്ഷ്യം വഹിക്കുന്നു. അപ്പൊ നമ്മുടെ ഫെയ്ത്ത് എപ്പോഴും വാട്ട് എവർ യു ബിലീവ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ നോക്കണതിന് വചനത്തിന്റെ സപ്പോർട്ട് ഉണ്ടോ ഇല്ലേ? അതല്ലേ നമ്മൾ ബെറിയൻസിനെ കുറിച്ച് വായിക്കുന്ന. അവർ വചനം കേൾക്കുക മാത്രമല്ല അത് ദൈവം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ ഈ പേജിൽ തന്നെ നമ്മൾ പൗലോസ് പറയാൻ നിയമവും പ്രവാചകന്മാരും അതിന് സാക്ഷ്യം വഹിക്കുന്നു. പൗലോസിന്റെ റൈറ്റിങ്സ് എല്ലാം എടുത്ത്. അപ്പൊ നമ്മൾ ഈ പൗലോസിന്റെ റൈറ്റിങ്സ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വിശ്വാസം അങ്ങനെ ആക്കാൻ വേണ്ടിയാണ്. ഈ റോമാലേഖനം 1 അധ്യായം എടുത്താൽ ഞാൻ തിരികെ ഇതിലേക്ക് വരും. റോമൻസ് 1 എടുക്കുമ്പോൾ 1:1 വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനാകാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. അടുത്ത തന്നെ ശ്രദ്ധിച്ചു. ഈ സുവിശേഷം പ്രവാചകരിലൂടെ വിശുദ്ധ ലിഖിതങ്ങളിൽ മുമ്പേ തന്നെ ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു. അല്ലെ, പൗലോസ് പറയാണ് ഈ സുവിശേഷം ഞാൻ കണ്ടുപിടിച്ചതല്ല, ഈ സുവിശേഷം പണ്ടേ തന്നെ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ. നോക്ക്, ആ അപ്പസ്റ്റോലിക് ക്യാരക്ടർ ഇതാ നമ്മൾ ചിന്തിച്ച. അപ്പസ്തോലന്മാരുടെ ക്യാരക്ടർ പ്രിസർവ് ചെയ്യാൻ നമ്മൾ ഫൈറ്റ് ചെയ്തേ പറ്റും. അപ്പൊ ഇവിടെ പൗലോസ് പറഞ്ഞു യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ഞാൻ, സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. ഇമ്മീഡിയറ്റ്ലി പറയാ, റോമാക്കാർക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി പറയുകയാണ്, ദൈവത്തിന്റെ അതെ, ഈ സുവിശേഷം എന്റെ കണ്ടുപിടുത്തല്ല, പ്രവാചകരിലൂടെ വിശുദ്ധ ലിഖിതങ്ങളിൽ മുമ്പേ തന്നെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. കമ്മിങ് ടു റോമൻസ് 4 വരുമ്പോൾ, റോമൻസ് 4 സ്റ്റാർട്ടിങ്ങില്, അപ്പോൾ ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹാമിനെ കുറിച്ച് നാം എന്ത് പറയും? അബ്രാഹാം കർമാനുഷ്ഠാനങ്ങളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അയാൾക്ക് അഭിമാനിക്കാൻ വകയുണ്ട്, പക്ഷെ ദൈവം മുമ്പാകെ ഇല്ല. അടുത്ത തന്നെ മനസ്സിലാക്കി. കാരണം നമ്മുടെ ഫെയ്ത്ത് നമുക്ക് നോക്ക്, ഇപ്പോഴത്തെ പ്രസന്റ് ഡേ ക്രിസ്ത്യാനിറ്റിയിൽ ഒത്തിരി പ്രാക്ടീസ് ഉണ്ട്, ഒത്തിരി പ്രസംഗമുണ്ട്, ഒത്തിരി പരിപാടികളുണ്ട്. പക്ഷെ വിശുദ്ധ ലിഖിതം എന്ത് പറയുന്ന ആരും പറയില്ല. നോ, കാരണം വിശുദ്ധ ലിഖിതത്തിന്റെ സപ്പോർട്ട് ഇല്ല. അതുകൊണ്ട് അപ്പൊ വിശുദ്ധ ലിഖിതത്തിന്റെ സപ്പോർട്ട് ഇല്ലാത്ത ഈ പ്രീച്ചിങ്ങും പ്രാക്ടീസും ഇതെല്ലാം നമ്മളെ നിത്യതയെ കൊണ്ട് എത്തിക്കത്തില്ല. നമുക്ക് എഫേഷ്യൻ എൽഡേഴ്സിനെ പൗലോസ് അഡ്രസ് ചെയ്യുമ്പോൾ പൗലോസ് ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ്. അവിടെ നമ്മൾ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അവരെല്ലാം വളരെ ദുഃഖിച്ചു. കാരണം എന്തായിരുന്നു? അതെ, ഇനി പൗലോസിന്റെ മുഖം കാണില്ല. അത് കേട്ട പൗലോസ്, കാരണം സ്നേഹിക്കുന്നവരെ ഇനി കാണാൻ പറ്റില്ല എന്ന് കേൾക്കുമ്പോൾ, ഈവൻ ദോ ദേ വിൽ മീറ്റ് അഗെയിൻ ഇൻ എറ്റേണിറ്റി, ഒരു മാനുഷികമായിട്ടുള്ള വേർപാട് മനുഷ്യന് എപ്പോഴും ദുഃഖം. ഇനി പൗലോസിനെ കാണാൻ പറ്റില്ല എന്ന് കേട്ടപ്പോൾ അവരെല്ലാം പൊട്ടിക്കറിയും. ദാറ്റ്സ് വാട്ട് വി ആർ സീയിങ്. പക്ഷെ പൗലോസിന് അവരെല്ലാം നിത്യതയിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പൗലോസ് എന്ത് പറഞ്ഞു കൊടുത്തിട്ട് പോയി? ഇവിടെയൊന്നും ചിന്തിക്കുന്ന എന്താ? ആക്സ് 20:32. കാരണം ഇപ്പം നമ്മുടെയും കാര്യം ഇത് തന്നെയാണ്. ഇപ്പൊ നമ്മളെല്ലാം കൂടി വരുന്നുണ്ട്, നമുക്ക് എല്ലാം സ്നേഹമുണ്ട്, ആഴമായിട്ടുള്ള സ്നേഹമുണ്ട്. നമുക്ക് നിത്യതയിൽ എന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടോ ഇല്ലയോ? അതെവിടെ കല്ലറിയെങ്കിൽ അവസാനിക്കുന്ന സ്നേഹം മതിയോ? നിത്യതയെ കാണണമെങ്കിൽ only one condition, അല്ലെ കാണാൻ പറ്റത്തില്ല. 20:32 പൗലോസ് പറഞ്ഞിട്ട് നിങ്ങളെ പുഷ്ടിപ്പെടുത്താനും വിശുദ്ധീകരിക്കപ്പെട്ട എല്ലാവരുടെയും ഇടയിൽ നിങ്ങൾക്ക് അവകാശം നൽകാനും കഴിവുള്ള ദൈവത്തിനും അവന്റെ കൃപാവചനത്തിനും ഞാൻ ഇപ്പോൾ നിങ്ങളെ വരവേൽപ്പിക്കുന്നു. അപ്പൊ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ ഒരു ഓഹരി കിട്ടണമെങ്കിൽ നമ്മൾ ഇതിന് കീഴടങ്ങിയിരിക്കണം. ഏതിനൊക്കെയാ? ദൈവത്തിനും ദൈവത്തിന്റെ കൃപാവചനത്തിനും. നമ്മളെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനത്തിന് കീഴടങ്ങാത്ത ആരും കർത്താവിന്റെ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ ഓഹരി പ്രാപിക്കത്തില്ല. നമ്മുടെ ഇഷ്ടത്തിന് ഓപ്ഷണലായിട്ട് അല്ലെങ്കിൽ ഓപ്ഷണൽ ആഫ്റ്റർ തോട്ട് അല്ല ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമാൻഡ്മെന്റ്സ്. ദർ ഈസ് നോ അതർ വേ ബട്ട് ടു ഒബേ. അതുകൊണ്ടാണ് ദൈവ കൽപ്പന എന്നല്ലേ പറയുന്നത്.
അത് ദൈവത്തിന്റെ കുറെ സജഷൻസ് അല്ല, ഓപ്പറേഷൻസ് മാനുവലിൽ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ളതല്ല, ഇത് ദൈവത്തിന്റെ കൽപ്പന. അപ്പൊ ഇതിൽ പൗലോസ് പറഞ്ഞ ആ കാര്യം നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരിക്കണം. എഫേസോസിലുള്ള ആൾക്കാരെ കാണുന്ന പൗലോസിന് ആഗ്രഹമുണ്ട്, പക്ഷെ കാണണമെങ്കിൽ ഓൺലി വൺ കണ്ടീഷൻ, അവര് ദൈവത്തിന്റെ കൃപാവചനത്തിനും സബ്മിറ്റ് ചെയ്ത് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ, നമ്മളും ദൈവത്തിന്റെ കൃപാവചനത്തിനും സബ്മിറ്റ് ചെയ്ത് ജീവിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ടുമുട്ടില്ല നിത്യതയിൽ. അതാണ് നമുക്കുണ്ടായിരിക്കേണ്ട ഡിസിഷൻ. നമുക്ക് അല്ലെങ്കിൽ ആ കല്ലറയിൽ വെച്ച് ഗുഡ് ബൈ പറഞ്ഞ് പിരിയും. അല്ല, കല്ലറയിൽ മരിച്ച ആൾ ഗുഡ് ബൈ പറയില്ല, ബാക്കിയുള്ളവര് ഗുഡ് ബൈ പറഞ്ഞു പിന്നെ ഒരിക്കലും കാണില്ല. പിന്നെ ഒരിക്കലും കാണാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ പോകും. നമ്മൾ കർത്താവിന്റെ കൃപാവചനത്തിന് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി. ഇത് വോളണ്ടറി, ആരും നിർബന്ധിക്കത്തില്ല. നോ, ഭാര്യയ്ക്ക് ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റത്തില്ല, ഭർത്താവിന് ഭാര്യയെ രക്ഷിക്കാൻ പറ്റത്തില്ല, അപ്പന് മക്കളെ രക്ഷിക്കാൻ പറ്റത്തില്ല, മക്കൾക്ക് അപ്പനെ രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയും നാം എല്ലാവരും ഒരു ദിവസം കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇങ്ങനെ കുടുംബമായിട്ടാണ് വിളിച്ച് കയറ്റി നിർത്തുന്നത്. നോ, ഇൻഡിവിജ്വലി. അപ്പൊ തിരുവഴുത്ത് എന്ത് പറയുന്നു? അപ്പൊ റോമൻസ് 3:21 വരുമ്പോൾ, എന്നാൽ ഇപ്പോൾ നിയമത്തിന് പുറത്ത് അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾക്ക് പുറത്ത് ദൈവനീതി പ്രത്യക്ഷമായിരിക്കുന്നു. കണ്ട, നിയമവും പ്രവാചകനും അതിന് സാക്ഷ്യം വഹിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവനീതി ലഭിക്കുന്നു. അപ്പൊ നമ്മൾ കണ്ടു, ദൈവം എല്ലാം നിറവേറ്റി. അതായത് കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ലോകത്തിന് മുഴുവനും രക്ഷിക്കപ്പെടാനുള്ള കാര്യം ദൈവം ചെയ്തു. പക്ഷെ ആർക്ക് കിട്ടുമെന്ന് എഴുതിയിരിക്കുന്നത് ഈ 22ാം സെന്റൻസിൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ വിശ്വസിക്കുന്നവർക്ക് ദൈവനീതി ലഭിക്കുന്നു. ഇവിടെ വിവേചനം ഒന്നുമില്ല, കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് നിരക്കാത്തവരായി. നമുക്കറിയാം റോമൻസ് 2:3 പറയുന്നത് എന്താ? ജാതികളും യഹൂദരും എല്ലാം ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും പാപം ചെയ്തു. ഇവിടെ വിവേചനം ഒന്നുമില്ല, ദൈവമഹത്വത്തിന് നിരക്കാത്തവരായി. ക്രിസ്തു യേശുവിലുള്ള വീണ്ടെടുപ്പിലൂടെ ദൈവത്തിന്റെ ദാനമായ കൃപയാൽ അവർ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്താൽ ലഭ്യമാകേണ്ടതും അവന്റെ രക്തത്താൽ ഉള്ളതുമായ പാപപരിഹാരത്തിന് ദൈവം അവനെ നിയോഗിച്ചു. ദൈവത്തിന്റെ നീതി കാണിച്ചു കൊടുക്കാനായിരുന്നു ഇത്. കാരണം അവൻ തന്റെ ദൈവിക സഹിഷ്ണുതയിൽ പൂർവ്വപാപങ്ങൾ അവഗണിച്ചു. താൻ നീതിമാനാണ് എന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ താൻ നീതീകരിക്കുന്നുവെന്നും ഇക്കാലത്ത് തെളിയിക്കാനായിരുന്നു ഇത്. അപ്പൊ ദൈവം എല്ലാം സകല മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായിട്ട്, സകലരുടെയും പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് മരിച്ചു. അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആര് സ്വർഗത്തിൽ പോകും? ഇത് വിശ്വസിക്കുന്നവർക്ക്, വിശ്വാസത്താൽ അത് സ്വന്തമാക്കുന്നവര്. അപ്പൊ ഇതിലിങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പൊ നമ്മൾ വിചാരിക്കും അതെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഈ നമ്മൾ വിശ്വസിച്ചോ എന്ന് അറിയാനായിട്ട്, അതുകൊണ്ട് പലപ്പോഴും ഈ വിശ്വാസത്തെയും അനുസരണത്തെയും ബന്ധിപ്പിച്ചേക്കുന്നത്. ഇപ്പൊ റോമാലേഖനത്തിൽ നിന്ന് ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് എഴുതിയേക്കുന്നത് നമ്മൾ കണ്ടില്ലേ? 3 വേർഡും ഇറ്റ് ഈസ് ഫ്രം റോമൻസ് 4:26, 5:16 and 5:18 എല്ലാം റോമാലേഖനം ജസ്റ്റിഫിക്കേഷനെ കുറിച്ച്. അപ്പൊ ഈ റോമാലേഖനം ഇങ്ങനെ സാൻഡ്വിച്ച് ചെയ്തേക്കുക 2 വേർഡിന്റെ നടുക്ക്. റോമൻസ് 1:5 ഒന്ന് വായിക്കാം. ഇംഗ്ലീഷിൽ വായിക്കാം. Through him we have received the grace and the apostleship for obedience to the faith among all nations for his name. അതെ, അതായത് we are called, എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടേക്കുന്നത്? ഒബീഡിയൻസ് ഓഫ് ദി ഫെയ്ത്ത് ആണ്. അപ്പൊ മലയാളത്തിൽ വായിക്കുമ്പോൾ വിശ്വാസത്താലുള്ള വിധേയത്വം ഉളവാക്കുന്നതിനായി അവനിലൂടെ കൃപയും അപ്പോസ്തല സ്ഥാനവും ഞങ്ങൾക്ക് ലഭിച്ചു. വിധേയത്വം എന്ന് എഴുതിയേക്കുന്നതുകൊണ്ട് നമുക്ക് അനുസരണം എന്നുള്ള വേർഡ് മിസ് ചെയ്തു. പക്ഷെ അനുസരണം എന്ന് പറയുന്നത് വിധേയത്വമാണ്. സത്യവദോസം നോക്കാം, 1 verse ഇല്ലെങ്കിൽ എടുക്കണ്ട, നോക്കാം 1:5 റോമൻസ് 1:5. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പിയ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതാകുന്നു. അത് അതിനകത്ത് സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇച്ചിരി വായിച്ചാൽ വരും ആ സെന്റൻസ്. വായിച്ചു. ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത്. അതെ, വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിന്. അപ്പൊ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുന്നവരാ. പിശാചും വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ദൈവത്തോട് ഡിസൊബീഡിയൻസ് കാണിച്ചതായിരുന്നു പിശാചിന്റെ പ്രശ്നം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വിശ്വാസത്താൽ ലഭിക്കേണ്ടതും വിശ്വാസത്തിലാണോ എന്ന് അറിയാനുള്ള ഒരേ ഒരു വഴി ദി ഒബീഡിയൻസ് ഓഫ് ദി ഫെയ്ത്ത് ഉണ്ടോ എന്നുള്ളതാണ്. ദെൻ 1ാം ചാപ്റ്റർ, ഇത് 16ാം ചാപ്റ്ററിൽ 16:26 വായിക്കുമ്പോൾ
ബിജൻ അതിൽ നിന്ന് വായിക്കും. 16:26. ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. അതിന് മുമ്പായിരിക്കും. 24 പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെടുന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി. അതെ, ഒബീഡിയൻസ് ഓഫ് ദി ഫെയ്ത്ത്. അപ്പൊ നമുക്ക് ഈ വിശ്വാസത്താലാണ് കിട്ടുന്നത്. എന്താ വിശ്വസിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെട്ടു. ഇത് തിയറിയാ. നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചോന്ന് അറിയുന്നത് ദി ഒബീഡിയൻസ് ഓഫ് ദി ഫെയ്ത്ത് ഉണ്ടോന്ന് നോക്കിയിട്ട്. കാരണം നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രാഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കാക്കപ്പെട്ടു. അത് ഉള്ളിൽ നടന്ന കാര്യമാണ്. പക്ഷെ അത് ജീവൻ നൽകുന്ന വിശ്വാസമാണെന്ന് വെളിപ്പെട്ടത് ഇസ്ഹാക്കിനെ ബലിയർപ്പിച്ചപ്പോഴാണ്. റാഹാബ് ദൈവത്തിൽ വിശ്വസിച്ചു, അത് റാഹാബിന് നീതിയായിട്ട് കണക്കാക്കപ്പെട്ടു. പക്ഷെ റാഹാബിന്റെ വിശ്വാസം ജീവൻ നൽകുന്നതാണെന്ന് വെളിപ്പെട്ടത് കള്ളന്മാരെ ഒളിപ്പിച്ചു വെച്ചപ്പോഴാണ്. സെയിം വേ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാ. അപ്പൊ ഏത് ഡിനോമിനേഷൻ എടുത്തോ, ഏത് ക്രിസ്ത്യാനി എടുത്തോ, എങ്ങനെയാണെന്ന് വെച്ചാൽ കർത്താവിൽ വിശ്വാസം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും വിശ്വസിക്കുന്നവരാ. പക്ഷെ ഈ ഒബീഡിയൻസ് ഓഫ് ദി ഫെയ്ത്ത് വരുമ്പോഴാണ് മനുഷ്യൻ പതുക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, ലോഡിങ് ഗിയറിലോട്ട് കയറും. ഒബീഡിയൻസ് ഓഫ് ദി ഫെയ്ത്ത് ഇല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഫെയ്ത്ത് അറ്റ് ഓൾ. അതുകൊണ്ടാണ് ഹീബ്രൂസ് 11:8 അബ്രാഹത്തിന്റെ വിശ്വാസം എഴുതിയേക്കുന്നിടത്ത് ഹീബ്രൂസ് 11:8 മലയാളം വായിച്ചാൽ ബാബു വായിച്ചു. അവകാശമായി ലഭിക്കാനിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ അബ്രഹാമിനെ വിളിച്ചപ്പോൾ വിശ്വാസത്താൽ അയാൾ അനുസരിച്ചു. അതെ, വിശ്വാസത്താൽ അയാൾ അനുസരിച്ചു. അപ്പൊ നമ്മുടെ ജീവിതം എടുത്താൽ മതി. അതായത് ദൈവത്തിന്റെ തിരുവെഴുത്തിൽ എഴുതിയേക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദി സ്ലൈറ്റസ്റ്റ് സ്ട്രീക്ക് ഓഫ് ദി പെൻ, ഇഫ് യു ആർ ഡിസൊബീഡിയന്റ് ടു ദാറ്റ്, നമ്മൾ ഒരു വിശ്വാസി എന്ന് പറയാൻ പറ്റത്തില്ല. മേ ബി അൺനോയിങ്ങിലി അല്ലെ നമ്മുടെ ബലഹീനത കൊണ്ട് നമുക്ക് വീഴ്ചകളും അനുസരണക്കേടും ഒക്കെ വരും. ദാറ്റ് ഈസ് ഡിഫറെന്റ്. പക്ഷെ വിൽഫുൾ ആയിട്ട് നമ്മൾ ദൈവവചനത്തോട് ഡിസൊബീഡിയന്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റിഫൈഡ് അല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സംശയിക്കേണ്ട ആവശ്യമില്ല. ദൈവവചനത്തിലെ സത്യങ്ങൾക്ക് നമ്മൾ ഡിസൊബീഡിയന്റ് ആണെങ്കിൽ നമ്മളിത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കായി. കാരണം ഈ ജസ്റ്റിഫൈഡ് ആകുന്നിടം വരെ, അതിനു മുമ്പ് ജസ്റ്റിഫൈഡ് ആയിരുന്നില്ല എന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ഒരു മിസ്റ്ററിയാ. മിസ്റ്ററി ഓഫ് ദി ഗോസ്പൽ എന്ന് പറയുന്ന ഇതാണ്. അതായത് രക്ഷിക്കപ്പെടുന്നിടം വരെ അതിനു മുമ്പ് രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു എന്ന് അറിയാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് എ എന്താ പറയുന്നത്, ഡിസെപ്ഷൻ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഇത് ഇതിന്റെ ഒരു മിസ്റ്ററിയാണ്. അപ്പൊ നമ്മളിപ്പം രക്ഷിക്കപ്പെടാത്തവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടെന്നാ. നമുക്ക് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഓൺലി ടെസ്റ്റ് ഇത് ഒബീഡിയൻസ് ടു ദി വേർഡ്. അല്ലാതെ വേറെ ഒരു ടെസ്റ്റും ഇല്ല. നമുക്ക് മാത്യു ചാപ്റ്റർ 7 നമ്മൾ വായിക്കുന്നുണ്ട്, ഒത്തിരി പേര് കർത്താവിന്റെ അടുത്ത് ഓൺ ദാറ്റ് ഡേ, ദി ഡേ ഓഫ് ജഡ്ജ്മെന്റ് ചെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാം ഉത്തരം കിട്ടിയിട്ടുണ്ട്. ദൈവം അത്യത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മരിച്ചവർ ഉയർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭൂതം പുറത്തായിട്ടുണ്ട്, പല വൻകാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശരിയാ. പക്ഷെ അവരൊരിക്കലും ജസ്റ്റിഫൈഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ അവര് ഈ വിശ്വാസത്തിന്റെ അനുസരണത്തിൽ ജീവിച്ചിട്ടില്ല. അവരെ നരകത്തിലേക്ക് വിടുമ്പോൾ ദൈവം പറയുന്ന റീസൺ എന്താ? അതെ, യു ഹു ഇൻഡൾജ് ഇൻ ലോലെസ്നെസ്. 1 John 3:4 നമ്മൾ വായിക്കുന്ന ലോലെസ്നെസ് ഈസ് എന്താ? അതറിയാൻ വയ്യാവുന്ന ശരിയാണ്. ലോലെസ്നെസ് ഈസ് സിൻ. അപ്പോ പാപത്തിൽ ജീവിക്കുന്നവരെയാണ് ദൈവം റിജക്ട് ചെയ്ത് കളയുന്നത്. നമ്മൾ കർത്താവിനെ വിളിച്ചിട്ട് പാപത്തിൽ ജീവിക്കാൻ റൈറ്റ് ഇല്ല. നോ, കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരെല്ലാം ഇതൊക്കെ ന്യൂ ടെസ്റ്റാമെന്റിലെ വേർഡുകളാണ്. കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരെല്ലാം ഇതൊക്കെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാ. ബട്ട് ഇപ്പൊ നമ്മൾ ഈ പാപമായിട്ടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നോക്കാം, നമ്മള് ന്യൂ ടെസ്റ്റാമെന്റ് എങ്കിലും നമുക്ക് നല്ല ഓതന്റിക് എന്ന് പറഞ്ഞാൽ ആരെയും പഠിപ്പിക്കാനല്ല, നമ്മുടെ ജീവിതം ശരിയാക്കാൻ. 2 Timothy 2 2:19 വായിക്കുമ്പോ എങ്കിലും ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളക്കമില്ലാതെ നിലകൊള്ളുന്നു. അതിൽ ഇങ്ങനെ മുദ്രയടിച്ചിരിക്കുന്നു,
തനിക്കുള്ളവർ ആരാണെന്ന് കർത്താവിനറിയാം. കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം അപരാധത്തിൽ നിന്ന് പിന്മാറട്ടെ. കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപരാധമായിട്ട് ഒരു റൈറ്റും ഇല്ല. യോഹന്നാൻ എഴുതി, ദൈവം വെളിച്ചമാണെന്നും അവനിൽ ഇരുട്ട് ലെവലേശം പോലും ഇല്ല എന്നുള്ള വാർത്തയാണ് അവനിൽ നിന്ന് ഞങ്ങൾ പഠിച്ചത്. അപ്പൊ നമ്മൾ കർത്താവിനെ കുറിച്ച് പഠിച്ചിട്ട് ശരി, അവനിൽ ദൈവം വെളിച്ചമാണ്, പക്ഷെ ഇത്തിരി ഇരുട്ടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ പഠിച്ചെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെന്റ് ക്രൈസ്റ്റ്, വേറൊരു ക്രിസ്തുവാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, ഇത് ഉളവാകുന്നത് വിശ്വാസത്തല്ല. നമ്മളിതൊന്ന് ചിന്തിക്കണം. കാരണം ഇത് ഇപ്പൊ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അലോൺ, ഇതിനകത്തോട്ട് ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ളവര് ഇനി എന്തെങ്കിലും ഒരു കർമ്മം ഇതിനോട് ആഡ് ചെയ്താൽ ഇറ്റ്സ് എ ഡിഫറെന്റ് ഗോസ്പൽ. വേറെ ഗോസ്പൽ പ്രസംഗിച്ച് എന്ത് പറ്റുമെന്ന് എഴുതിയിരിക്കുന്നത്? കാരണം ദൈവം ആ കാര്യത്തിൽ ഭയങ്കര ഫ്യൂരിയസ് ആയിരിക്കും. കാരണം സ്വന്തം പുത്രനെ ബലി അർപ്പിച്ച് നേടിത്തന്ന സുവിശേഷത്തിലേക്ക് മനുഷ്യർ പോയിട്ട് എന്താ പറയുക, ഓരോന്നോരോന്ന് കൂട്ടിച്ചേർത്താല്, നമ്മള് ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ല, അണ്ണാർക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോന്ന് കൂട്ടിച്ചേർത്താല് ഗോഡ് വിൽ ബി ഫ്യൂരിയസ് ആയിരിക്കും. സുവിശേഷം ഇറ്റ് ഈസ് ടു ബി ഒബെയ്ഡ്. ഇത് അനുസരിച്ചില്ലെങ്കിൽ ദൈവം ഫ്യൂരിയസ് ആയിരിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. എവിടെ എഴുതിയിരിക്കുന്നു പറയാം? 2 Thessalonians 1:1. കാരണം നമ്മൾ അറിഞ്ഞേ പറ്റൂ, ദൈവത്തിന്റെ വചനത്തോട് കൂട്ടിച്ചേർക്കുന്ന ഈ നൂറ്റാണ്ടില് നമ്മളിത് അറിഞ്ഞു. ഇതിനോട് ഒന്നും കൂട്ടിച്ചേർക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിന്റെ 8ാം സെന്റൻസില്, ദൈവത്തെ അറിയാത്തവരെയും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവരെയും അവൻ ശിക്ഷിക്കും. അവർ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവന്റെ ശക്തി പ്രഭാവത്തിൽ നിന്നും ബഹിഷ്കൃതരായി നിത്യനാശം എന്ന ശിക്ഷയ്ക്ക് വിധേയരാകും. അപ്പൊ ഈ കർത്താവിന്റെ സുവിശേഷം, ഇഫ് യു ആർ നോട്ട് ഒബീഡിയൻ, യു ഡു നോട്ട് ഹാവ് ദി സ്ക്രിപ്ചറൽ ഫെയ്ത്ത്. സ്ക്രിപ്ചറൽ ഫെയ്ത്ത് ഇല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടത്തില്ല. കർത്താവിന്റെ മരണവും റിസറക്ഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് ആപ്ലിക്കബിൾ ആവത്തില്ല. അതവിടെ എഴുതിയേക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവരെ അവൻ ശിക്ഷിക്കും. എന്താ ശിക്ഷ? എന്താ? ഏറ്റവും കണ്ടംനേഷനാണ്. അത് ഇംഗ്ലീഷിൽ 9 അതെ, these shall be punished with everlasting. Note how much we have to be obedient to the gospel. അതായത് അതിലെ വള്ളി പുള്ളിക്ക് മാറ്റമില്ലാതെ അനുസരിക്കണമെങ്കിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് തീക്ഷ്ണമായിട്ട് പഠിച്ച്, കാരണം നമ്മൾ പഠിച്ചില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അനുസരണക്കേട് കാണിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുമോ? ഈ ലേവ്യ പുസ്തകത്തില് ലെവിറ്റിക്കസ് 5:17 വായിക്കുമ്പോൾ പോകുന്ന വെച്ചു. അപ്പൊ ചില ആൾക്കാര് അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കൂടുതൽ പഠിക്കാതിരിക്കുവാണെങ്കിൽ പ്രശ്നമില്ല, അപ്പൊ അത് അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാതിരിക്കും. പോകുന്ന വെച്ചാൽ 5:17. കർത്താവ് വിലക്കിയിട്ടുള്ള ഏതെങ്കിലും കാര്യം പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അതിനെക്കുറിച്ച് ബോധവാനല്ലെങ്കിൽ പോലും കുറ്റക്കാരൻ തന്നെ ആകുന്നു. കുറ്റക്കാരൻ തന്നെ ആ കുറ്റം അയാൾ വഹിക്കുകയും വേണം. അതെ, അതുകൊണ്ട് ബൈബിൾ അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ പഠിക്കേണ്ടത്, കംപ്ലീറ്റ് പഠിക്കേണ്ടതിന്റെ, തീക്ഷ്ണമായിട്ട് പഠിക്കേണ്ടതിന്റെ ആവശ്യം. കാരണം നമ്മൾ അറിയാതെ ഒരു തെറ്റ് ചെയ്യുന്നെങ്കിലും ശിക്ഷയുണ്ട്. മേ ബി ലെസ് ബട്ട് ഇറ്റ് വിൽ ബി പണിഷ്ഡ്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഇത് വിശ്വാസത്താൽ മാത്രം, ഇതിനോട് ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇന്നത്തെ ഈ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയില് നമുക്ക് വിശ്വസിച്ചിട്ട് സ്നാനം ഏറ്റില്ലെങ്കിൽ രക്ഷിക്കപ്പെടില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. നമുക്ക് ഇതെല്ലാം ജസ്റ്റിഫിക്കേഷന്റെ ഫ്രൂട്ടാണ്. ജസ്റ്റിഫിക്കേഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം ഫ്രൂട്ട് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. അപ്പൊ ഈ ഫ്രൂട്ടിനെ ഈ ജസ്റ്റിഫിക്കേഷന്റെ കണ്ടീഷനുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് ഡിഫറെന്റ് ഗോസ്പലായി തീരും. അത് തന്നെയല്ലേ ഗലാത്യ ലേഖനത്തിൽ അവര് കർത്താവിൽ വിശ്വസിക്കുന്നതെല്ലാം ശരിയാണ്, പക്ഷെ സർക്കംസിഷൻ ആവശ്യമാണ്, നിയമം അനുസരിച്ചേ പറ്റൂ. നമ്മൾ വായിക്കുന്ന അപ്പോസ്തലരുടെ പ്രവൃത്തിയിൽ വായിക്കുന്നില്ലേ, യൂദായിൽ നിന്നുള്ള കുറെ സഹോദരന്മാർ വന്നിട്ട് എന്ന് പറഞ്ഞു, കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, മോശയുടെ നിയമം അനുസരിക്കണം. ഒരു കാര്യം മാത്രമല്ല, മോശയുടെ നിയമം അനുസരിക്കണം. നോക്കി ആക്സ് 15. അപ്പൊ ഇന്ന് ഇതുപോലെ 100 കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇറ്റ്സ് എ ഡിഫറെന്റ് ഗോസ്പൽ. നമ്മൾ രക്ഷിക്കില്ല അത്. ആക്സ് 15:1 വായിക്കുമ്പോൾ യൂദായിൽ നിന്ന് കുറെ ആളുകൾ വന്ന് സഹോദരരെ ഇങ്ങനെ പഠിപ്പിച്ചു, മോശയുടെ ആചാരം അനുസരിച്ച് പരിച്ഛേദിതരാകാത്ത പക്ഷം നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇവിടെ ഈ ഒരു കാര്യമല്ല, മോശയുടെ നിയമം അനുസരിക്കണം പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ കാണുന്നുണ്ട്, അവർ വീണ്ടും
സമയങ്ങളും കാലങ്ങളും ഡേറ്റുകളും ഒക്കെ ആചരിക്കാൻ പോയി. നമ്മളിന്ന് കാണുന്നല്ലേ ക്രിസ്ത്യാനിറ്റിയിൽ. ഇത് നമുക്ക് ഈവൻ രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ഉണ്ട് ദിവസങ്ങളും കാലങ്ങളും. രാത്രി ഡിസംബർ 31 ഒരു പ്രാർത്ഥന, കാരണം പിറ്റേ ദിവസം പുതിയ വത്സരം ആരംഭിക്കുകയാണ്. നമുക്ക് വത്സരങ്ങളും കാലങ്ങളും എല്ലാം പോയി കാലമില്ലാത്തൊരു സമയമില്ലാത്തൊരു ലോകത്തിലേക്ക് ദൈവം നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ യഹൂദർക്ക് ദിവസങ്ങളും കാലങ്ങളും ഡേറ്റുകളും ഉണ്ടായിരുന്ന പോലെ ഇന്നത്തെ ഒട്ടുമിക്ക 99% രക്ഷ പഠിപ്പിക്കുന്നവരും പഠിപ്പിക്കാത്തവരും എല്ലാം ദൈവവചനത്തിന് തെറ്റിപ്പോയി. കാരണം ലാസ്റ്റ് ഡേയ്സാ, അന്ത്യകാലം ഇങ്ങനെ ആവുമെന്ന് പ്രവചിച്ചേക്കുന്ന. അപ്പോസ്റ്റസി വരാതെ കർത്താവ് വരില്ല. ഇത് അപ്പോസ്റ്റസിയാ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച സുവിശേഷം അല്ല ഇത്. അപ്പൊ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ, ഈ വിശ്വാസത്താൽ മാത്രം, ഇതിനോട് ഒരു കണ്ടീഷനും ഇല്ല. സ്നാനപ്പെട്ടാലേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പഠിപ്പിക്കുന്നതും പരിച്ഛേദന ഏറ്റാലേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പഠിപ്പിക്കുന്നത് വൺ ആൻഡ് ദി സെയിം. ഇതിനോട് ഈ വിശ്വാസത്തിന്റെ, അല്ലെങ്കിൽ യു ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് അലോൺ. ഈ ആക്സ് 15 എടുക്കുമ്പോൾ നോക്കുന്നല്ല, ആക്സ് 15 അപ്പോസ്തലൻ പറയുന്നത് അതിന്റെ 11ാം സെന്റൻസിൽ 15:11 കർത്താവായ യേശുവിന്റെ കൃപയാൽ അവരെ പോലെ തന്നെ നമ്മളും രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. അതിന്റെ 9 തുടങ്ങി. നമ്മളും അവരും തമ്മിൽ അവൻ ഒരു വ്യത്യാസവും കൽപ്പിച്ചിട്ടില്ല. അവരുടെ ഹൃദയങ്ങളെ വിശ്വാസത്താൽ അവൻ ശുദ്ധീകരിച്ചതേ ഉള്ളൂ. അതായത് ജെന്റൈൽസിനെ കുറിച്ച് പറഞ്ഞു. അവരുടെ ഹൃദയങ്ങളെ എങ്ങനെ ശുദ്ധീകരിക്കുക? എങ്ങനെയാ? വിശ്വാസത്താലാണ് ശുദ്ധീകരണം. ഇതിനോട് കൂടെ നമുക്ക് ഈ ഇഫക്ട്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ ഇതിന്റെ കണ്ടീഷൻ ആക്കി കഴിയുമ്പോൾ ഇത് വേറെ ഗോസ്പലാണ്, ജസ്റ്റിഫിക്കേഷൻ ഇല്ല. കാരണം ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് അതോടെ നോക്കുന്നല്ല. ഗലേഷ്യൻസ് 5 അതായത് വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുമ്പോൾ, അത് സ്നാനാണെങ്കിലും കർത്തൃമേശ എടുത്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്ന് പറയുന്നത്, എവറിത്തിങ് എനിത്തിങ് അതർ ദാൻ ഫെയ്ത്ത്. ആ സെയിം സിറ്റുവേഷൻ അവിടെ ഉണ്ടായതുകൊണ്ട് നമുക്കത് എഴുതി കിട്ടിയേക്കുന്നത്. ഇവിടെ എഴുതിയേക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഉറച്ചു നിൽക്കുക, അടിമത്തത്തിന്റെ നുഖത്തിന് കീഴിൽ വീണ്ടും നിങ്ങൾ അമരരുത്. പൗലോസായി ഞാൻ പറയുന്നു, പരിച്ഛേദന സ്വീകരിക്കുന്നെങ്കിൽ, അല്ലെ നിയമത്തിലേക്ക് പോകുന്നെങ്കിൽ, എന്തെങ്കിലും ഈ വിശ്വാസത്തോട് ആഡ് ചെയ്യുന്നെങ്കിൽ, അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ വിശ്വാസത്തോട് എന്തെങ്കിലും ആഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ട് നേട്ടമില്ല. അപ്പൊ നമ്മള് ഈ ജസ്റ്റിഫിക്കേഷൻ ഫെയ്ത്ത് അലോൺ ബൈ ഗ്രേസ് അലോൺ എന്നുള്ളതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താല് ക്രിസ്തുവിനെ കൊണ്ട് ഒരു ഗുണമില്ല, ക്രിസ്തുവിനെ കൊണ്ട് നേട്ടമില്ല. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ തീർത്തു പറയുന്നു, ഈ പരിച്ഛേദനം എന്നുള്ളത് എനി അഡീഷൻ ടു ദി പ്യുവർ ഗോസ്പൽ അല്ലെങ്കിൽ ഫെയ്ത്ത് അലോണിനോട്, വിശ്വാസം മാത്രം എന്നുള്ള കണ്ടീഷനോട് എന്ത് കൂട്ടിച്ചേർത്താലും സകല മനുഷ്യരോട് ഞാൻ പറയും, നിയമം മുഴുവൻ പാലിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. നിയമത്താൽ നീതീകരിക്കപ്പെടാൻ ഒരുമ്പെടുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് കൃപ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ വിശ്വാസത്താൽ ആത്മാവ് വഴി നീതീകരിക്കപ്പെടാം എന്ന പ്രത്യാശയിൽ ഞങ്ങൾ കഴിയുന്നു. അപ്പൊ വിശ്വാസത്താൽ ആത്മാവ് വഴി മാത്രമേ നീതീകരിക്കപ്പെടാൻ പറ്റൂ. ഇതിനോട് സ്നാനം കൂട്ടിച്ചേർത്താലും കർത്തൃമേശ കൂട്ടിച്ചേർത്താലും പരിച്ഛേദനം കൂട്ടിച്ചേർത്താലും സ്വർണ്ണ കൂട്ടിച്ചേർത്താലും എനി അഡീഷൻ ടു ദി അൺസ്ക്രിപ്ചറൽ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ കൂട്ടിച്ചേർത്താൽ ഗോഡ് വിൽ നോട്ട് ടോളറേറ്റ്. കാരണം ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷം ഇതിനോട് വള്ളി പുള്ളി കൂട്ടിച്ചേർക്കാനും മാറ്റാനും ആർക്കും റൈറ്റും ഇല്ല. അപ്പൊ ഈ വിശ്വാസത്താലുള്ള ആ നീതീകരണം മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഒന്നും നോക്കുന്നതല്ല. എക്സോഡസ് 12 അതിന്റെ 21 തുടങ്ങി വായിക്കുമ്പോൾ സിമ്പിൾ, എല്ലാവർക്കും അറിയാവുന്ന സംഭവം, എന്നാലും ഞാൻ വായിക്കാം. തുടർന്ന് മോശ ഇസ്രായേൽ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി പറഞ്ഞു, നിങ്ങൾ തന്നെ കുടുംബങ്ങൾക്ക് ഒത്ത ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുത്ത് പെസഹ കുഞ്ഞാടിനെ കൊല്ലുക. അതിന്റെ രക്തം ഒരു പാത്രത്തിലാക്കുക. ഒരു കെട്ട് ഈസോപ്പ് തണ്ടെടുത്ത് ആ രക്തത്തിൽ മുക്കി 2 കട്ടിലക്കാലിലും മേൽപ്പടിയിലും രക്തം പുരട്ടുക. പിറ്റേന്ന് വെളുക്കും വരെ നിങ്ങൾ ആരും വാതിലിന് പുറത്ത് കടക്കരുത്. ഈജിപ്തുകാരെ സംഹരിക്കാൻ കർത്താവ് കടന്നുപോകും. 2 കാലുകളിലും മേൽപ്പടിയിലും രക്തം കാണുമ്പോൾ അത് ഒഴിവാക്കി കർത്താവ് കടന്നു പോകും. നിങ്ങളെ സംഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ കടക്കാൻ ഘാതകനെ അനുവദിക്കുകയുമില്ല. ഇതായിരുന്നു പെസഹ. അപ്പൊ ഈ കുഞ്ഞാടിന്റെ രക്തത്താല് മരണം അല്ലെങ്കിൽ സംഹാര ദൂതനിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? അതായത് രക്തം ഒരു ബേസിനിൽ എടുത്തു വെച്ചത് കൊണ്ട് രക്ഷപ്പെട്ടില്ല. അത് കട്ടിലക്കാലിലും മേൽപ്പടിയിലും തളിച്ചു, അതായത് അപ്ലൈ ചെയ്തു. ദെൻ ഒബീഡിയൻസ്,
വെളിക്ക് പുറത്തു പോകരുത്. ഈ ഒരൊറ്റ കാര്യത്തിലാണ് സംഹാരദൂതനിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്. അതിനുശേഷം സെയിം ഡേ അവർ ചെങ്കടലിൽ കടന്നു സ്നാനത്തിന്റെ നിഴലായിട്ട്. പക്ഷേ ഇവർ സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെട്ടത് ചെങ്കടലിൽ കടന്നുകൊണ്ടാണ്. നല്ല ലോജിക്കായിട്ടുള്ള ബൈബിളിലെ പ്യുവർ ടീച്ചിങ്ങുകളാണ് ഇത്. നമുക്ക് ഇതാണ് ദൈവം പ്യുവർ ഗോസ്പലിനോട് ആഡ് ചെയ്യുക എന്നുള്ളത് പിശാചിന്റെ ത്രൂ ഔട്ട് ദി സെഞ്ചുറീസ് ഉള്ള പരിപാടിയാണ്. അപ്പൊ ഇവര് സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെട്ടത്, അതായത് നമ്മുടെ സ്പിരിച്വൽ ഡെത്തിൽ നല്ല രക്ഷിക്കപ്പെടുന്നതിന്റെ നിഴല. കാരണം 1 Corinthians 5:7 ഒന്ന് പെട്ടെന്ന് വായിക്കും. നിങ്ങൾ പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിമാവ് നീക്കിക്കളയുക. നിങ്ങൾ സത്യത്തിൽ പുളിപ്പില്ലാത്തവരാണ്, കാരണം നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതെ, അപ്പൊ ഈ പെസഹ കുഞ്ഞാടാണ് മരണത്തിൽ നിന്ന് അവരെ രക്ഷിച്ചത്. കുഞ്ഞാട് രക്തം കട്ടിലക്കാലിലും മേൽപ്പടിയിലും പുരട്ടി തളിച്ച് പുറത്ത് കടക്കരുതെന്നുള്ള. അപ്പൊ അതായത് ഒബീഡിയൻസ്, അല്ലെങ്കിൽ രക്തം നമുക്ക് കർത്താവിന്റെ രക്തമുണ്ട്. നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ ഒബീഡിയൻസ് ടു ദി ഫെയ്ത്ത്. കർത്താവിന്റെ മരണം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടത്തില്ല. ദോസ് ആർ ലിവിങ് എ ലൈഫ് ഓഫ് ഒബീഡിയൻസ് ടു ദി ഫെയ്ത്ത്. സംഹാരദൂതനിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു അവർ പോകുന്ന വഴികളാണ്. അവർ ചെങ്കടലിൽ കടന്നു സ്നാനത്തിന്റെ നിഴലാണ്. രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. അവർ ചെങ്കടലിൽ കടന്നു. അതുകൊണ്ട് ചെങ്കടലിൽ കടന്നാലേ സംഹാരദൂതനിൽ നിന്ന് രക്ഷിക്കപ്പെടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടോട്ടലി റോങ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്നാനപ്പെടേണ്ടെന്ന് പഠിപ്പിക്കുന്നതാണോ? യു ആർ ടു സ്നാനം എന്നല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് എല്ലാം അനുസരിക്കാനാണ് കർത്താവ് പറഞ്ഞു. ബട്ട് യു ഹാവ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ദി ഫ്രൂട്ട് ഓഫ് ജസ്റ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ സയന്റിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ. നമുക്ക് അവിടെ ഈ മനുഷ്യന്റെ ഈ കുഞ്ഞാടിന്റെ രക്തം മാത്രം നീതി കൊടുത്തു. ഇപ്പം ഒരാൾ പറയാന്നിരിക്കട്ടെ, ഇങ്ങനെ മോശ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ സംഹാരദൂതൻ പിടിക്കും. അപ്പൊ ഒരാൾ പറയാ, നോക്ക്, ഞാൻ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യുന്ന ആളാണ്, അബ്രാഹത്തിന്റെ വിശ്വാസത്തിൽ പോകുന്ന ഒരാളാണ്, എനിക്കിത് മാത്രമുള്ളൂ, ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞാടിന്റെ രക്തം തളിക്കാതിരുന്നാൽ എന്ത് പറ്റും? സംഹാരദൂതൻ പിടിക്കും. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു ഓൺലി മെറിറ്റ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ ഈസ് ദി ബ്ലഡ് ഓഫ് ദി ലോർഡ്, അല്ലെ ഡെത്ത് ഓഫ് ദി ലോർഡ്. വേറെ ഒന്നും അതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. അതിനോട് കൂട്ടിച്ചേർത്താൽ ഇറ്റ്സ് എ ഡിഫറെന്റ് ഗോസ്പൽ. ഒരു എക്സാമ്പിളോടെ, നിയമത്തിലെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളുകൾ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ കർത്താവിന്റെ പാപ പരിഹാര ബലിയ, ലേവ്യ പുസ്തകം 4 അധ്യായത്തിൽ പാപ പരിഹാര ബലിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം ലെവിറ്റിക്കസ് 4. അപ്പൊ നമ്മള് പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യം, കാരണം ഡോക്ട്രിൻ ഓഫ് ഡെമൺസ് ആണ് ലോകത്തിൽ മുഴുവൻ. അത് നമ്മൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളും നമ്മുടെ മക്കളും കുടുംബവും നഷ്ടപ്പെട്ടു പോകും. 4:13 തുടങ്ങി വായിക്കുമ്പോൾ ഇതിപ്പം സെയിം ആണ്. പുരോഹിതന്റെ പാപപരിഹാര ബലിയും സമൂഹത്തിന്റെ, അത് ഞാൻ സമൂഹത്തിന്റെ വായിക്കുന്നത്, നമ്മൾ അതിനകത്ത് എന്നുള്ള രീതിയിൽ വായിക്കുന്നത്. ഇസ്രായേൽ സമൂഹം മുഴുവനും അനവധാനതയാൽ എന്ന് പറഞ്ഞാല് അതെ, അറിയാതെ, ബൈ മിസ്റ്റേക്ക്. അത് ബിജൻ അതൊന്ന് വായിക്കാം, അതിനകത്ത് കറക്റ്റാ. 4:13. അതെ. അപ്പൊ നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, ഇത് ആരും അറിയാത്ത കാര്യമാണ്. അതായത് മനഃപൂർവ്വം പാപം ചെയ്യുന്നതിന് ഒരു ബലി നിയമത്തിലും ഇല്ല, നിയമത്തിന് ശേഷവും ഇല്ല. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതായത് അബദ്ധവശാൽ പാപം ചെയ്യുന്നവർക്കുള്ള പരിഹാരങ്ങൾ എഴുതിയേക്കുന്നത്. മനഃപൂർവ്വം പാപം ചെയ്യുന്നവർക്ക് വേണ്ടി എന്താ എഴുതിയേക്കുന്നത്? ദൈവത്തിന്റെ ക്രോധം. നിയമത്തിൽ എഴുതിയിട്ടില്ല. ഇനി ഇതിന് പുറത്ത് ദൈവത്തിന്റെ കരുണയുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യട്ടെ, ഇറ്റ്സ് ഗുഡ്. അപ്പോ അനവധാനതയാൽ പാപം ചെയ്യുകയും അത് സഭയുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുകയും കർത്താവ് വിലക്കിയിട്ടുള്ള ഏതെങ്കിലും കാര്യം പ്രവർത്തിച്ച് അവർ കുറ്റക്കാരായി തീരുകയും ചെയ്താൽ തങ്ങളുടെ ആ പാപം വെളിപ്പെടുമ്പോൾ സഭ ഒരു കാളക്കുട്ടിയെ സമ്മേളന കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പാപബലിയായി അർപ്പിക്കണം. സമൂഹത്തിലെ മൂപ്പന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈവയ്ക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് തന്നെ അതിനെ കൊല്ലുകയും വേണം. അഭിഷിക്ത പുരോഹിതൻ ആ കാളക്കുട്ടിയുടെ കുറച്ച് രക്തം സമ്മേളന കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ ആ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിന്റെ സന്നിധിയിൽ വിരിക്ക് മുമ്പിൽ അത് 7 പ്രാവശ്യം തളിക്കണം. തുടർന്ന് പുരോഹിതൻ സമ്മേളന കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിലെ ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ കുറച്ച് രക്തം പുരട്ടണം. ശേഷിച്ച രക്തം സമ്മേളന കൂടാരത്തിന്റെ കവാടത്തിലുള്ള ഹോമബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. മേധസ് മുഴുവൻ എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. കാളക്കുട്ടിയുടെ കാര്യത്തിലും അയാൾ ഇത് തന്നെ ചെയ്യണം. പാപബലിക്കുള്ള കാളക്കുട്ടിയെ അർപ്പിച്ചതുപോലെ ഇതിനെയും അർപ്പിക്കണം. പുരോഹിതൻ ജനങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ
അവർക്ക് മാപ്പ് ലഭിക്കും. പുരോഹിതൻ കാളക്കുട്ടിയെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി ആദ്യത്തെ കാളക്കുട്ടിയെ ചുട്ടുകളഞ്ഞതുപോലെ ഇതിനെയും ചുട്ടുകളയണം. അത് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തമാണ്. നമ്മൾ വായിക്കുന്ന പാപപരിഹാര ബലിക്ക് ജീവിയുടെ ബാക്കിയുള്ളതെല്ലാം പാളയത്തിന് പുറത്ത് ദഹിപ്പിക്കുന്നതുകൊണ്ട് ക്രിസ്തുവും പാളയത്തിന് പുറത്ത് കഷ്ടം സഹിച്ചു. എഴുതിയേക്കുന്ന ബുക്ക് ഏതാ? ഹീബ്രൂസ്. അപ്പൊ കർത്താവ് പാളയത്തിന് പുറത്ത് കഷ്ടം മീൻസ് ഔട്ട്സൈഡ് ജെറൂസലേം, അല്ലെങ്കിൽ ടെമ്പിളിന് പുറത്ത്. അതിന്റെ റീസൺ ഈ പാപപരിഹാര ബലിയുടെ ഈ രക്തമൊക്കെ തളിച്ച് ബാക്കിയുള്ളതെല്ലാം പാളയത്തിന് പുറത്ത് കൊണ്ട് ദഹിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ അത് ചെയ്തു. ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് പാപബലിക്കുള്ള കാളക്കുട്ടിയെ അർപ്പിച്ചതുപോലെ ഇതിനെയും അർപ്പിക്കണം. പുരോഹിതൻ ജനങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ അവർക്ക് മാപ്പ് ലഭിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പാപം ചെയ്ത ആൾക്കാര് ഈ കാളക്കുട്ടിയുടെ തലയിലേക്ക് കൈ വെക്കുക. അതെന്തിന്റെ നിഴല? പാപം ട്രാൻസ്ഫർ ചെയ്യുക. ഈ കാളയുടെ പുറത്തേക്ക് അല്ലെങ്കിൽ മൃഗത്തിന്റെ ശരീരത്തിലോട്ട് പാപം ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് ഇതിനെ കൊല്ലുന്ന ആരാ? നമ്മൾ ചിന്തിച്ചിട്ടുള്ള പലവട്ടം ചിന്തിച്ചിട്ടില്ല. ഈ കൊണ്ടുചെല്ലുന്ന ആള് തന്നെ അതിനെ കൊല്ലുന്നേ. കൊന്നിട്ട് അതിന്റെ രക്തം വിരിക്ക് മുമ്പില്, കാരണം വിരി എവിടെയാ? അതിവിശുദ്ധ സ്ഥലത്തിന്റെ മുമ്പിൽ, അതായത് ദൈവ സാന്നിധ്യത്തില് പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. വിരിക്ക് മുമ്പിൽ 7 തവണ തളിക്കണം. ബാക്കിയുള്ളത് എടുത്ത് കുറച്ച് ആ കൊമ്പുകളിൽ കൊട്ടണം. പിന്നെ ബാക്കിയുള്ള രക്തം ഓൾട്ടറിൽ ബലി അർപ്പിക്കുന്നിടത്ത് ദഹിപ്പിക്കണം. പിന്നെ കുറെ മേധസ്സൊക്കെ അവിടെ ദഹിപ്പിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം പാളയത്തിന് പുറത്ത് ദഹിപ്പിക്കണം. ഇവിടെയും പാപത്തിന് പരിഹാരം കിട്ടുന്നത് ഓൺലി ബിക്കോസ് ദി ആനിമൽ വാസ് സാക്രിഫൈസ്ഡ്, അല്ലേ? പാപം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപം മുഴുവൻ കർത്താവിന്റെ മേല് ആട്രിബ്യൂട്ടഡ് ആയി. എന്നിട്ട് ആ കർത്താവ് ബലി അർപ്പിക്കപ്പെട്ടപ്പോൾ സകല മനുഷ്യന്റെ പാപത്തിനുള്ള പരിഹാരം ചെയ്തു. കിട്ടണമെങ്കിൽ അത് വിശ്വസിച്ച് അറിയുന്നത് വിശ്വാസത്തിലൂടെ. ഇതിലൂടെ ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. ഈ മൃഗത്തിന്റെ ബലി മാത്രമാണ്, അല്ലെങ്കിൽ മൃഗത്തിന്റെ രക്തം മാത്രമാണ് ഈ അല്ലെങ്കിൽ പാപത്തിന് ക്ഷമയ്ക്ക് കാരണമായത്. അത് നിഴല, കർത്താവിന്റെ ബലിയുടെ നിഴലായിരുന്നു. പെസഹ കുഞ്ഞാട് നിഴലായിരുന്നു. അപ്പൊ ഇന്ന് കർത്താവിന്റെ ബലിയിലുള്ള വിശ്വാസത്താൽ മാത്രം നീതീകരണം. ഇതിനോട് കൂട്ടിച്ചേർക്കുന്ന ഒരു സഭയിലോ ഒരു പ്രസ്ഥാനത്തിലോ എവിടെ പോയാലും നമ്മൾ നഷ്ടപ്പെട്ടു പോകും. ബൈബിൾ പറഞ്ഞ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. ഇത് കൃപയാലാണെങ്കിൽ കർമ്മങ്ങളിൽ അധിഷ്ഠിതമല്ല, അല്ലെങ്കിൽ കൃപയെ ആകത്തില്ല. റെഫറൻസ് റോമൻസ് 11:6. അതോടെ ഒന്ന് വായിച്ചു. അപ്പൊ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളിപ്പോ കാണുന്ന കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയും പ്രസംഗവും എല്ലാം കേൾക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ ദൈവവചന പ്രകാരം ശരിയല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. റോമൻസ് 11:6 ഇത് കൃപയാലാണെങ്കിൽ കർമ്മങ്ങളിൽ അധിഷ്ഠിതമല്ല, അല്ലെങ്കിൽ കൃപയെ ആവില്ല. ഇത് കൃപയെ ആകത്തില്ല. ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് കൃപയല്ലാതായി തീരും. കാരണം വിശ്വാസത്തിന്റെ ഫലമായിട്ട് ദൈവം കൃപയാൽ നൽകുന്നതാണ് രക്ഷ. നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ സൈഡിൽ നിന്ന് കൃപ, ഗ്രേസ് നമ്മൾ വായിക്കുന്ന ഈ റോമൻസ് 4:16 അതുകൊണ്ടാണ് വാഗ്ദാനം വിശ്വാസത്തിൽ ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വാഗ്ദാന പൂർത്തീകരണം കൃപയായി ഉണ്ടാകുന്നു. അതെ, അതായത് എല്ലാ വാഗ്ദാനവും ഒരു വാഗ്ദാനം. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ കിട്ടുന്നുള്ളത് ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ്. പക്ഷെ ഉറപ്പിച്ചേക്കുന്ന എവിടെയാ? വിശ്വാസത്തിൽ. വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ സൈഡിൽ നിന്ന് എന്ത് കിട്ടും? കൃപയാൽ വിശ്വാസ പൂർത്തീകരണം വരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇനി കാണുന്ന കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുന്നതൊക്കെ നല്ല, പക്ഷേ ഈ ജസ്റ്റിഫിക്കേഷൻ ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത് അലോൺ ആൻഡ് ബൈ ഫെയ്ത്ത് അലോൺ ബൈ ഗ്രേസ് അലോൺ. ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്ന വിശ്വാസത്തിലോ ചർച്ചിലോ സഭയിലോ ഒക്കെ പോയി നമ്മൾ എറ്റേണലി കണ്ടംഡ് ആകരുത്. കാരണം നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്താൽ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിതരാകും. ദൈവ മഹത്വത്തിൽ നിന്ന് നമ്മൾ വിച്ഛേദിക്കപ്പെട്ടു പോകും. കാരണം നിയമത്തിന്റെ അനുസരണം കൊണ്ട് ഒരു ജഡവും വിശുദ്ധീകരിക്കപ്പെടത്തില്ല, നീതീകരിക്കപ്പെടത്തില്ല. അപ്പോൾ ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത് അലോൺ. അതായത് കുഞ്ഞാടിന്റെ രക്തം തളിച്ചത് മാത്രമായിരുന്നു അവരുടെ മെറിറ്റ്. അതിന് മുമ്പുള്ള ജീവിതം, അതിനുള്ള ശേഷമുള്ള ജീവിതം ഒന്നുമല്ല. ആ സമയത്ത് ജസ്റ്റിഫിക്കേഷൻ വാസ് എക്സ്ക്ലൂസീവ്ലി ബൈ ദി ബ്ലഡ് ഓഫ് ദി ലോർഡ് ആൻഡ് ഒബീഡിയൻസ്. വീടിന് പുറത്തു പോകാൻ പാടില്ല. ഈ കാളക്കുട്ടിയുടെ ആ പാപം ചെയ്ത ആൾ തലയിലോട്ട് കൈവച്ചു, അതിനെ കൊന്നു, രക്തം എടുത്ത് തളിച്ചു. ദാറ്റ് അലോൺ വാസ് ദി മെറിറ്റ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അലോൺ, ഫെയ്ത്ത് ഉണ്ടോ എന്നുള്ളത്
നമ്മുടെ അനുസരണത്തിലൂടെ വെളിപ്പെടും. അനുസരണം ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസമില്ല. കാരണം അബ്രാഹാം വിശ്വാസത്താൽ അനുസരിച്ചു. അവിടെ ഞങ്ങളുടെ രക്ഷിക്കുന്ന കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. രക്ഷപ്പെടുവാൻ അങ്ങനെയുള്ള പരിപൂർണമായ വിശ്വാസം വിശ്വാസമായ രീതിയിലുള്ള ആളുകൾക്ക് തന്നിരിക്കുന്നതായി മറ്റൊന്നും ഞങ്ങൾക്ക് ധരിക്കാതെ അങ്ങയുടെ ആ വിശ്വാസത്തിന്റെ വിശ്വാസം തന്നെയാണ് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നതെന്ന് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയ പൂർണ്ണമായി അങ്ങയെ അനുസരിക്കുന്ന ജീവിതമായി മാറാൻ ഞങ്ങളെ സഹായിക്കുന്നത്